അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ സിലബസ് മാറിയിട്ടുണ്ടല്ലോ അല്ലേ? സിലബസിൽ ചെറുതായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജിയിലും ഒരുപാട് ടോപ്പിക്കുകൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ ടോപ്പിക്കുകളൊക്കെയാണ്, അതായത് മാറി വന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയ ഈ സ്ലൈഡിൽ എഴുതിയ ടോപ്പിക്കുകൾ മാത്രമല്ല, അതല്ലാണ്ടുള്ള ടോപ്പിക്കുകളും കൂടി ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ ആയിട്ട്, കാരണം എല്ലാം ഇവിടെ എഴുതണ്ടല്ലോ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള സംഗതികൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ. കാരണം ഇതൊരു പർട്ടിക്കുലർ ഒരു മൊഡ്യൂളായിട്ട് വരുന്നതല്ലല്ലോ. അപ്പോൾ നമുക്ക് ടോപ്പിക്സിനെ പറ്റി ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ലൈഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കേണ്ടത്, അതായത് ഈ ഒരു പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കൾച്ചർ, സൊസൈറ്റി, അതുപോലെ കമ്മ്യൂണിറ്റി. ഇതൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? കൾച്ചർ എന്താണ്, സൊസൈറ്റി എന്താണ്, കമ്മ്യൂണിറ്റി എന്താണ്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണ്, സോഷ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ചും ഇയർലി ചൈൽഡ്ഹുഡിൽ. അതായത് ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള സോഷ്യലൈസേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, പ്രത്യേകിച്ചും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സോഷ്യലൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കും. അതുപോലെ തന്നെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ഫാമിലി, അതായത് ഫാമിലി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ വിസിബിൾ ആവണമെന്നില്ല, പക്ഷെ ഫാമിലി എന്ന സിസ്റ്റത്തിന് മൊത്തത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണെന്നും അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കൾച്ചർ എന്നുള്ള ഭാഗത്തേക്ക് പോവാം. എന്താണ് കൾച്ചർ? ഈ കൾച്ചർ എന്നുള്ള വാക്കിന്റെ ഉറവിടം നോക്കുകയാണെങ്കിൽ, അതിന്റെ എറ്റിമോളജി നോക്കുകയാണെങ്കിൽ, നമുക്ക് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കൾച്യൂറ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് വരുന്നത്. കൾച്യൂറ എന്നുള്ള വാക്ക് നോക്കുന്ന സമയത്ത് അത് കൾട്ടിവേറ്റ്, ടു കൾട്ടിവേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എന്തെങ്കിലും തരത്തിലുള്ള കൾട്ടിവേഷൻ നടത്തുക എന്നുള്ളതാണ് കൾച്ചർ എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥം. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അത് പിന്നെ കൾച്ചറായി മാറിയെന്ന് പറഞ്ഞാൽ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ സംസ്കാരങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് അവിടെ തന്നെ ജീവിച്ച് ആ നാടിന്റെ ഭാഗമായി, ആ എക്കോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മളൊരു വേ ഓഫ് ലൈഫ്, ഒരു ജീവിത ശൈലി രൂപീകരിക്കപ്പെട്ട് വരികയും, അങ്ങനെ നമ്മൾ അതിനെയാണല്ലോ ബ്രോഡ്ലി കൾച്ചർ എന്ന് നമ്മൾ പറയാം. നമ്മൾ ഇതിലെ എല്ലാ ഡെഫിനേഷനും മറന്നുപോയാലും നമ്മളോട് ആരെങ്കിലും കൾച്ചർ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതി അല്ലെ, ജീവിതം നമ്മൾ പുലർത്തുന്ന രീതി, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൾച്ചറിന്റെ അടിയിൽ വരും. അപ്പൊ ആ രീതിയിലാണ് കൾച്ചർ എന്നുള്ള വാക്കിന്റെ ഒരു ഉത്ഭവം നോക്കുകയാണെങ്കിൽ, ടു കൾട്ടിവേറ്റ് എന്നുള്ള ഒരു സംഗതിയിൽ നിന്നാണ് കൾച്ചർ എന്നുള്ള വാക്ക് വരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഓൺലി ഹ്യൂമൻ സൊസൈറ്റി ആസ് എ സെറ്റ് ഫോം ഓഫ് ബിലീഫ്സ്, വാല്യൂസ്, കസ്റ്റംസ്, ബിഹേവിയേഴ്സ്. നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യൻ എന്ന് പറയുന്ന സംഗതി തന്നെ ഒരു തരത്തിൽ നമ്മൾ മൃഗം തന്നെയാണ്. പക്ഷെ മനുഷ്യനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഭാഷയുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പരസ്പരം പലതരത്തിലുള്ള കോപ്പറേഷനുകൾ സാധ്യമാണ്. മനുഷ്യന്മാർ തമ്മിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തരത്തിലുള്ള സഹകരണങ്ങൾ സാധ്യമാണ്. അതുപോലെ അവർക്ക് വിശ്വാസ പ്രമാണങ്ങളുണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്, ചില ആചാരങ്ങളുണ്ട്, ചില രീതിയിലുള്ള ബിഹേവിയറൽ പാറ്റേൺസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ആർട്ടിഫാക്ട്സ്, ഇപ്പൊ നമ്മൾ മിക്കവാറും നിങ്ങൾ ചിലപ്പോൾ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ആയിരിക്കുമല്ലോ ഈ ഒരു ക്ലാസ് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടി കേൾക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഫോണോ കമ്പ്യൂട്ടറൊക്കെ തന്നെ മനുഷ്യന്മാർ ഉണ്ടാക്കിയ ഒരു സംഗതി, ഭൂമിയിൽ പ്രകൃതി ഉണ്ടാക്കിയ ഒരു സംഗതി അല്ലല്ലോ ലാപ്ടോപ്പ് ആയാലും ഫോണായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആർട്ടിഫാക്ട്സ് പോലുള്ള ആർട്ടിഫാക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചില സംസ്കാരം, മൃഗങ്ങളൊന്നും ഇത്തരത്തിലുള്ള പുതിയ ആർട്ടിഫാക്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് മനുഷ്യരെയും മൃഗങ്ങളെയും, മനുഷ്യനും ഒരു മൃഗമാണ്, പക്ഷെ എന്നാലും മനുഷ്യനെയും മനുഷ്യനല്ലാത്ത ബാക്കി ജീവികളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് മനുഷ്യനുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല സംഗതികളും മനുഷ്യൻ ഈ കാലയളവിനുള്ളിൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മൾ മൃഗങ്ങൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ സംസ്കാരം, കൾച്ചറൽ ഫാക്ടേഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പല സമയത്തും ചില മൃഗങ്ങൾക്കെങ്കിലും ചില രീതിയിലുള്ള അനുകമ്പ ഉൾപ്പെടെയുള്ള വികാരങ്ങളോ, അല്ലെങ്കിൽ ദയ ഉൾപ്പെടെയുള്ള വികാരങ്ങൾ, അല്ലെങ്കിൽ അനുസരണ എന്നൊക്കെയുള്ള സംഗതികളൊക്കെ ഈ പറഞ്ഞ പോലെ മൃഗങ്ങൾക്കും ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ മോർ ഓർ ലെസ് കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ്. അപ്പൊ കൾച്ചർ എന്താണ്? കൾച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു ബിഹേവിയറൽ പാറ്റേണും, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു രീതി. അതായത്
referring to the behavior encompassing the personality and the way of life. മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുന്നൊരു രീതി, ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു വരുന്നു, അതൊക്കെ തന്നെയാണ് നമ്മുടെ കൾച്ചർ. അതിൽ പല കാര്യങ്ങളും ഉൾപ്പെടും. കൾച്ചർ എന്ന് പറയുന്ന ഒരു ബ്രോഡ് ടേമാണ്. അതൊരു ബ്രോഡ് ടേമാണ്, വിശാലാർത്ഥത്തിലുള്ള ഒരു ടേമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന നമ്മുടെ നിത്യജീവിതത്തിലുള്ള നമ്മുടെ ഹാബിറ്റ്സ്, അതുപോലെ നമ്മുടെ ചില ബിഹേവിയർ പാറ്റേൺസ്, നമ്മുടെ സംസാരം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമുക്കുള്ള ചില അഭിനിവേശങ്ങൾ, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ പാഷൻ, നമ്മുടെ ഹോബി, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കലാരൂപങ്ങൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ രീതി, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ മൈൻഡ് സെറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൾച്ചറിന്റെ അണ്ടറിൽ വരും. അതൊരു അംബ്രല ടേമാണ്, വലിയൊരു ടേമാണ് കൾച്ചർ എന്ന് പറയുന്നത്, ഒരു ബ്രോഡ് ടേമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മനുഷ്യന്മാരൊക്കെ ഈ കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മളൊക്കെ കൾച്ചറുള്ള ആളുകളായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള കൾച്ചർ അവരുടെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നതിലൂടെ. എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു സമൂഹത്തിൽ ജീവിച്ച് ചെറുപ്പം മുതൽ നമ്മൾ നമ്മുടെ പാരൻസിൽ നിന്നും, നമ്മുടെ തൊട്ടടുത്തുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെയ്ബേഴ്സിൽ നിന്നും, ബാക്കി ഫ്രണ്ട്സിൽ നിന്നും, സ്കൂളിൽ നിന്നും, നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നും ഒക്കെ നമ്മൾ രൂപീകരിക്കുന്ന ചില, നമ്മൾ അവരെ കണ്ടാണ് പഠിക്കുന്നത്. അവരിൽ നിന്നുമാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരിൽ നിന്നുമാണ് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പഠിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൽ നിന്നും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യലൈസേഷൻ വഴിയാണ് നമുക്ക് കൾച്ചർ എന്ന് പറയുന്നത് നമ്മളിലേക്ക് സംക്രമിച്ച് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അത് പലതരത്തിൽ സംഭവിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ നിന്നാണ് അത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമുക്ക് ഉള്ള സംഗതി എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഏറ്റവും ചെറുപ്പത്തിലൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള, നമ്മുടെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെറുപ്പകാലത്തിൽ ഇടപഴകുന്ന നമ്മളുടെ തൊട്ടടുത്തുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്തായിരിക്കും നമ്മൾ കൾച്ചറിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് സോഷ്യലൈസേഷൻ. പിന്നീട് ആ സോഷ്യലൈസേഷൻ നമുക്ക് പല വഴി, എഡ്യൂക്കേഷൻ വഴി, മീഡിയ വഴി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴി ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതുപോലെ കൾച്ചർ എന്ന് പറയുന്നത് ഒരുതരം വേൾഡ് വ്യൂ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് കൾച്ചർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് കൾച്ചർ എന്നും എന്താണ് കൾച്ചർ അല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കൾച്ചറിന്റെ ബൃഹത്തായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ, ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ കൾച്ചർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവുകയും പിന്നീട് എല്ലാ കാലത്തേക്കും ഉള്ള ഒരു സംഗതിയാണോ, ഒരു കോൺസ്റ്റന്റ് ആണോ? അല്ല. കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ മാറുന്ന സമൂഹത്തിനനുസരിച്ച് കൾച്ചറും മാറും. അതൊരിക്കലും സ്റ്റാറ്റിക് അല്ല. പക്ഷെ അതേസമയം അതൊരു ഡൈനാമിക് ആണ്, അത് ചേഞ്ചിങ് ആണ്, അത് പുതിയ കാലത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കൾച്ചറിന്റെ ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ കൾച്ചർ ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. വേറെ കൾച്ചർ ഈസ് ഡൈനാമിക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മുടെ ചുറ്റുമുള്ള എക്കണോമി മാറുമ്പോൾ, നമ്മുടെ രാഷ്ട്രീയം മാറുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ മാറുമ്പോഴൊക്കെ തന്നെ നമ്മുടെ കൾച്ചറും മാറി വരും എന്നുള്ളതാണ്. അത് കാലത്തോട് സംവദിച്ചുകൊണ്ടാണ് കൾച്ചർ മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൾച്ചർ എന്ന് പറയുന്ന സംഗതിക്ക് കുറെ സവിശേഷതകളുണ്ട്, കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണ് കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? കൾച്ചർ എപ്പോഴും ഒരു ഷെയർഡ് ആയിരിക്കും. കൾച്ചർ ഒരിക്കലും ഒരാൾക്ക് മാത്രം ഉണ്ടാവുകയും ബാക്കിയുള്ളവർക്കെല്ലാം ആബ്സെന്റ് ആവുകയും ചെയ്യുന്ന ഒരു സംഗതിയല്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ സവിശേഷതകളാണ് അതിലുള്ള ഓരോ മെമ്പേഴ്സിനും ചേർന്ന് കിട്ടുക എന്നുള്ളതാണ്, അവർക്കൊക്കെ പകർന്ന് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൾച്ചർ ഈസ് ഷെയർഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ കൾച്ചർ ആയിരിക്കാം, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ, ആ പ്രദേശത്തിന്റെ കൾച്ചർ ആയിരിക്കാം. അങ്ങനെയൊക്കെ തന്നെ നമുക്കത് ആ ഒരു സ്ഥലത്തിൽ നിന്നും ഷെയർ ചെയ്ത് കിട്ടുന്ന ഒരു സംഗതിയാണ് കൾച്ചർ. അപ്പൊ കൾച്ചർ ഷെയർഡ് ആണ്, കൾച്ചർ ലേൺഡ് ആണ്, കൾച്ചർ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കുള്ളതൊന്നും അല്ല കൾച്ചർ. നമ്മൾ ഓരോ ഇതൊന്നും അരുത്, ഇതൊക്കെ ഓക്കെ ആണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് നമുക്ക് കൾച്ചർ എന്നുള്ളൊരു സംഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ സിംബോളിക് ആണ്, കൾച്ചർ എപ്പോഴും സിംബോളിക് ആണ്. ചില വിനിമയങ്ങളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുക. ചിലപ്പോൾ ലാംഗ്വേജ് ആയിരിക്കും, ചിലപ്പോൾ ചില ജെസ്റ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ചില രൂപങ്ങൾ, ചില ഫിസിക്കൽ രൂപങ്ങൾ വഴിയൊക്കെ ആയിരിക്കും നമ്മൾ കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കഥകളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വരും, കേരളത്തിന് ഓർമ്മ വരും.
ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോയി അല്ലെങ്കിൽ US പോയി, അവിടെ പോയി പെട്ടെന്ന് ഒരു കഥകളിയുടെ ഒരു പിക്ചർ നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കേരളത്തെ പറ്റിയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ സ്ഥലവുമായിട്ട് ഓരോ ഭക്ഷണവും അല്ലെങ്കിൽ ഓരോ കലാരൂപങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ അതിലൂടെയൊക്കെ തന്നെ കൾച്ചർ നമ്മളിലേക്ക് സംവദിക്കും എന്നുള്ളതാണ്. അപ്പൊ സിംബോളിക് ആണ് കൾച്ചർ. എപ്പോഴും ഏതെങ്കിലും ഒരു സംഗതി വെച്ചിട്ട് നമ്മളിലേക്ക് ഒറ്റൊരു ഇമേജ് മതിയായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു നാടിന്റെ കൾച്ചറിനെ കണക്ട് ചെയ്യാൻ അത് മതിയായിരിക്കും. അതാണ് സിംബോളിക് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൾച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് അല്ല, അത് മാറി മാറി വരും. കാലത്തിനനുസരിച്ച് അത് പുതിയ പുതിയ രീതിയിലേക്ക് നമ്മുടെ കൾച്ചറും ഇവോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ കൾച്ചർ എപ്പോഴും എന്താണ്, അത് ആളുകളെ ഒരുമിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. ഇനിയിപ്പോ ഒരു ഓണക്കാലം വരും. അപ്പൊ ഓണക്കാലം വരുന്ന സമയത്ത്, ഓണക്കാലം വരികയാണല്ലോ, അപ്പൊ ഓണക്കാലം വരുന്ന സമയത്ത് ലോകത്ത് അവിടെ ഇവിടെയൊക്കെ ഉള്ള മലയാളികൾ എന്ത് ചെയ്യും, ഓരോ രീതിയിൽ ഓണാഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കും. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആ പ്രദേശത്തുള്ള മലയാളം സംസാരിക്കുന്ന മലയാളികളായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ തമ്മിൽ ഒരു കൂട്ടായ്മ വരികയും അവരൊക്കെ ഒരുമിച്ച് വരികയും അവർ തമ്മിൽ ഒരു ഇന്റഗ്രേഷൻ നടക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ കൾച്ചർ എപ്പോഴും ഒരു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കൂടിയാണ്. അതുപോലെ അതേസമയം കൾച്ചർ നമ്മളെ ഒരുമിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ കൾച്ചർ പല ആളുകൾക്ക് പല പ്രദേശത്ത് പല സംസ്കാരങ്ങളിൽ ജീവിച്ചവർക്ക് പല രീതിയിലായിരിക്കും, ഡൈവേഴ്സ് ആയിരിക്കും. മലയാളിയുടെ കൾച്ചർ ആയിരിക്കില്ല ഒരു പഞ്ചാബിയുടെ കൾച്ചർ, പഞ്ചാബിയുടെ കൾച്ചർ ആയിരിക്കില്ല ഒരു പാകിസ്ഥാനിയുടെ കൾച്ചർ. അപ്പൊ ആ രീതിയിൽ കൾച്ചർ എന്ന് പറയുന്നത് വളരെയധികം ഡൈവേഴ്സിറ്റി ഉള്ളതാണെന്നുള്ളതാണ്. അത് ഡൈവേഴ്സ് ആണ്. കൾച്ചർ എന്ന് പറയുന്നത് വളരെയധികം ഡൈവേഴ്സ് ആണ്. ഓരോ സമൂഹത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. പിന്നെ കൾച്ചർ ഇൻക്ലൂസീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു കുടക്കീഴിൽ അതിനടിയിലുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇൻക്ലൂസീവ് ആയിരിക്കും. പിന്നെ കൾച്ചർ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ്. അത് നമ്മുടെ ചിന്താരീതികളെ, നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ്, ഇതൊക്കെ തന്നെ നമ്മുടെ സ്വഭാവം, ഇതിനെയൊക്കെയും രൂപീകരിക്കാൻ കൂടി ഉതകുന്ന ഒരു സംഗതി കൂടിയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയും കൾച്ചറിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി കൾച്ചറിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്, കൾച്ചർ പല രീതിയിലാണത് സമൂഹത്തിൽ പല രീതിയിലാണ് അതിന്റെ റിഫ്ലക്ഷൻ കാണുക. അത് ഭാഷ എന്ന് പറയുന്നത് തന്നെ ഒരുതരം കൾച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്. ഇപ്പൊ മലയാളി എന്ന് പറയുന്നത് തന്നെ എന്ത് ഐഡന്റിറ്റിയാണ്. മലയാളി എന്ന് പറയുന്നത് ചിലപ്പോൾ കേരളത്തിൽ ജനിക്കുക പോലും വേണ്ട ഒരു മലയാളിയായിട്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ. ഇപ്പൊ ജർമ്മനിയിൽ ജനിക്കുന്ന ഒരാളും, അതായത് ജർമ്മനിയിൽ മലയാളം സംസാരിക്കുന്ന പാരന്റ്സിന് ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയും ചിലപ്പോൾ മലയാളിയായിട്ടായിരിക്കും സ്വയം ഐഡന്റിഫൈ ചെയ്യുക. കാരണം ആ കുട്ടി ചിലപ്പോൾ കേരളത്തിൽ വന്നിട്ട് പോലും ഉണ്ടാവില്ല, എന്നാൽ പോലും കേരളത്തിലെ കഥകളിയും സദ്യയും മലയാളവും ഒക്കെ അയാൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അതാണ്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് കൾച്ചറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്. ഭാഷയ്ക്ക് വലിയൊരു റോൾ ഉണ്ട്. കൾച്ചറിൽ ഭാഷയ്ക്ക് വലിയൊരു റോൾ ഉണ്ട്. അതുപോലെ മതവും കൾച്ചറൊക്കെ തമ്മിൽ എപ്പോഴും ഒരു ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ കാരണം മതം എന്ന് പറയുന്നതും ഒരുതരം ജീവിത രീതി ആയതുകൊണ്ടും, മതം എന്ന് പറയുന്നത് നമ്മുടെ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തുന്ന ഒരു സംഗതി ആയതുകൊണ്ടൊക്കെ തന്നെ മതവും ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മതം, നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യത്യസ്ത മതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ, നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒക്കെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പൊ റിലീജിയനും കൾച്ചറും ഭയങ്കര ഇൻട്രിക്കേറ്റ്ലി റിലേറ്റഡ് ആണ്. ഒരു ഇഴവിരിഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റർടൈൻഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് മതവും കൾച്ചറും തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കസ്റ്റംസ്, ട്രഡീഷൻസ് കൾച്ചറിന്റെ ഭാഗമാണ്. ചിലതരം കസ്റ്റംസ്, ഇപ്പൊ നമ്മൾ ചില സമയത്ത് കുറെ ആളുകൾ എന്ത് ചെയ്യും, ഇപ്പൊ ഓണം വരുന്ന സമയത്ത് നമ്മൾ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ കസവ്, സാരി, അങ്ങനെയൊക്കെ ചില ഡ്രസ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാവില്ല, അത്തരത്തിലുള്ള ചില ആചാരങ്ങൾ അല്ലെങ്കിൽ ചില ട്രഡീഷൻസ് ഒക്കെ ഉണ്ടാവും, സദ്യ, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ, അതൊക്കെ തന്നെയും കൾച്ചറിന്റെ ഭാഗമാണ്. അതുപോലെ കൾച്ചർ പ്രകടിപ്പിക്കപ്പെടുന്ന വേറൊരു ഏരിയ ആണ് നമ്മുടെ കലാരൂപങ്ങളിലൂടെ, നമ്മുടെ സാഹിത്യത്തിലൂടെ, നമ്മുടെ പാട്ടിലൂടെ, നമ്മുടെ നൃത്തത്തിലുള്ള വ്യത്യസ്ത നൃത്തരൂപങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ ഒക്കെ തന്നെ, കഥയിലൂടെയും കവിതയിലൂടെയും ഒക്കെ തന്നെയും നമ്മുടെ കൾച്ചർ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കൾച്ചറിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറയുമ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് എന്തോ നമ്മുടെ മനസ്സിലുള്ള ഒരു സംഗതിയായിട്ടും വിശ്വാസമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ കൾച്ചർ എന്ന് പറയുന്നത് അതിനൊരു മെറ്റീരിയൽ രൂപം കൂടിയുണ്ട്. അതായത് അത് വളരെയധികം ഭൗതികമായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള രൂപങ്ങൾ ആർജിക്കുന്ന ഒരു സംഗതി കൂടിയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വസ്ത്രം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചില രീതിയിലുള്ള
ഡ്രസ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൾച്ചറിന്റെ ഭാഗമാണല്ലോ. അപ്പൊ നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ കുറെ ഡ്രസ്സുകൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ മലയാളികളുടെ ഡ്രസ്സ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതികൾ. അതൊക്കെ തന്നെ ഒരു മെറ്റീരിയൽ കൾച്ചറാണ്. അതുപോലെ ചില ഹൗസിംഗ് പാറ്റേൺസ്, ചിലപ്പോൾ നമ്മളെ പോലെയുള്ള ഒരു ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും നമ്മൾ ഓടിട്ട വീടുകൾ ഒരു സമയം വരെ, അതായത് നമ്മൾ ഇന്നത്തെ മോഡേൺ ടെക്നോളജി വരുന്നതിന് മുമ്പുള്ള, ഓടും ഒരു മോഡേൺ ടെക്നോളജിയാണ്, എന്നാൽ പോലും ഒരു 100 വർഷം മുമ്പ് വരെ നോക്കുമ്പോൾ ഒരു സ്ലാൻഡിങ് റൂഫുള്ള, സ്ലാൻഡിങ് ടൈൽഡ് റൂഫ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക, ചരിഞ്ഞിട്ടുള്ള നമ്മുടെ ഓടിട്ട വീടുകൾ. അപ്പൊ എന്തിനാണ് അങ്ങനത്തെ വീട്? ഈ മഴ വരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ കിട്ടുന്നത്. അപ്പൊ അതെന്താണ്? അത് ഒരു തരം ഒരു സമൂഹത്തിന്റെ സംസ്കാരം ഒരു വീടിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു റൂഫ് ടോപ്പിന്റെ രൂപത്തിൽ പ്രതിഫലിക്കുന്നതാണ്. അപ്പൊ മെറ്റീരിയലി എംബഡഡ് ആണ് കൾച്ചർ എന്ന് പറയുന്നത്, മെറ്റീരിയലി പ്രസന്റ് ആണ്. അത് ഓടിന്റെ രൂപത്തിൽ, അത് മുണ്ടിന്റെ രൂപത്തിൽ, അത് സാരിയുടെ രൂപത്തിൽ ഒക്കെ അത് മെറ്റീരിയലി എംബഡഡ് ആണെന്നുള്ളതാണ്. ഒരു സമൂഹത്തിന്റെ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്ന സംഗതിയും ഉണ്ട്. അതുപോലെ നമ്മുടെ നോളേജ് ആൻഡ് എഡ്യൂക്കേഷൻ, അതും കൾച്ചറിന്റെ ഭാഗമാണ്. ചില തരത്തിലുള്ള വിദ്യാഭ്യാസം, ചില വിവരങ്ങൾ, അതൊക്കെ തന്നെയും കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ എക്കണോമിക് സിസ്റ്റം, ഇപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ക്യാപിറ്റലിസം, നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്, ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിലാണ് നമ്മുടെ ലോകം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വ്യവസ്ഥിതി പിന്തുടരുന്ന ചില വിശ്വാസ പ്രമാണങ്ങൾ നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിനെയൊക്കെ തന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി അതേസമയം ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഐഡിയോളജി അതും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഏത് എക്കണോമിക് സിസ്റ്റം ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം ഫോളോ ചെയ്യുന്നത്, ആ സമൂഹത്തിന്റെ എക്കണോമിക് സിസ്റ്റത്തിനനുസരിച്ച് രൂപീകരിക്കപ്പെടുന്ന ചില വിശ്വാസ പ്രമാണങ്ങൾ, ചില സമ്പത്തിനെ പറ്റിയുള്ള ധാരണകളൊക്കെ തന്നെയും നമ്മളെയും ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം, നിങ്ങളൊരു ജനാധിപത്യ രാജ്യത്താണോ ജീവിക്കുന്നത്, അതേസമയം നിങ്ങളൊരു ഏകാധിപത്യ രാജ്യത്താണോ ജീവിക്കുന്നത്, നിങ്ങളൊരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിലാണോ ജീവിക്കുന്നത്, അപ്പൊ അതിനനുസരിച്ചൊക്കെ തന്നെയും നിങ്ങളുടേതായ, നിങ്ങൾ ആ സമൂഹത്തെ പറ്റി മനസ്സിലാക്കുന്ന രീതി, നിങ്ങൾ നിയമങ്ങളെ പറ്റി മനസ്സിലാക്കുന്ന രീതിയൊക്കെ മാറി മാറി വരും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് കൾച്ചർ എന്നുള്ള ഒരു സംഗതിയെ പറ്റിയാണ്. ഇനി നമ്മൾ പറയുന്നത് സൊസൈറ്റി. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സൊസൈറ്റി. കേരള സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി, ഗ്ലോബൽ സൊസൈറ്റി, പഞ്ചാബ് സൊസൈറ്റി, അങ്ങനെ പല സൊസൈറ്റികളെ പറ്റി നമ്മൾ കേൾക്കുമല്ലേ. അപ്പൊ എന്താണ് ഈ സൊസൈറ്റി? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു സ്ഥലത്ത് ജീവിക്കുന്ന, ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ഏരിയ, ഏതെങ്കിലും ഒരു ഭൂപ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ആളുകളെ നമ്മൾ അസ്യൂം ചെയ്യുന്നു അവരൊക്കെ തന്നെയും ഒരേപോലത്തെ കൾച്ചർ ഫോളോ ചെയ്യുന്നതായിരിക്കാം, ഒരേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരായിരിക്കാം, അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിയിൽ ജീവിക്കുന്നു. ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ജോഗ്രഫിയിൽ ഉൾപ്പെടുന്ന എല്ലാ ആളുകളെയാണ് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയാം. ഇനി അത് കേരള സൊസൈറ്റി എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളായിട്ട് മാറും. അപ്പോൾ അതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു പ്രദേശത്ത് ഒരുപോലുള്ള കൾച്ചറും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമൂഹത്തിന്റെ ഉള്ളിൽ എന്താണ്? സമൂഹം എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിരിക്കും. കാരണം നമുക്ക് അറിയാവുന്നത് പോലെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ ഏകാത്മകമായ ഒരു സംഗതിയാണോ? അല്ല. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവാത്ത എത്രയോ ഭാഷകൾ സംസാരിക്കുന്ന, നമ്മൾ കഴിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യൻ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആയിരിക്കും, അത് ചേഞ്ചിങ് ആയിരിക്കും, അത് എപ്പോഴും എവോൾവിങ് ആയിരിക്കും. അതിന് ഒരുപാട് കാര്യങ്ങൾ ആ സമൂഹത്തെ ബാധിക്കും. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ എക്കണോമി, അവിടുത്തെ പൊളിറ്റിക്സ്, അവിടുത്തെ ടെക്നോളജി, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കും, അതിന്റെ ഡൈനാമിക്സിനെ തീരുമാനിക്കും, അതിന് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും. ഈ സൊസൈറ്റി, ഒരു സമൂഹം എന്ന് പറയുന്നതിന് വ്യത്യസ്ത ധാരകളുണ്ട്, വ്യത്യസ്ത കമ്പോണൻസ് ഉണ്ട്, വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. ഒരു സമൂഹം എന്ന് പറയുന്നത് പല ഭാഗങ്ങൾ കൂടി ചേർന്നിട്ട് അതിന്റെ ഒരു ആകത്തുകയാണ് സമൂഹം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ചില സാമൂഹിക സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്? ഒരു ഗവൺമെന്റ്, അതുപോലെ ചില ലീഗൽ നിയമവ്യവസ്ഥ, അവിടുത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, അവിടുത്തെ മതപരമായിട്ടുള്ള ഓർഗനൈസേഷൻസ്, ഇതൊക്കെ തന്നെയും സാമൂഹിക സ്ഥാപനങ്ങളാണ്.
ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ എന്താ ചെയ്യുന്നത്? സമൂഹത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന, സമൂഹത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, ഇന്ന ഇന്നത് നിങ്ങൾ ചെയ്യരുത്, ഇന്ന ഇന്നത് ചെയ്താൽ നിങ്ങൾ ജയിലിലാവും എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ നിങ്ങളെ ഒരു ആകത്തുകയായിട്ട് ആ സമൂഹത്തെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു സമൂഹത്തിനും അരാജകമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അനാർക്കിക്കലായിട്ട് ജീവിക്കാൻ പറ്റില്ല. അനാർക്കിക്കലായിട്ട് ജീവിക്കുമ്പോൾ നിയമങ്ങൾ ഇല്ലാത്തൊരു സമയം വരുന്ന സമയത്ത് എന്ത് പറ്റും? ഒരു രീതിയിലുള്ള കൺട്രോൾ ഉണ്ടാവില്ല. ആർക്ക് എന്ത് എപ്പോ സംഭവിക്കുമെന്ന് എപ്പോഴും ഒരു പേടിയിൽ, കോൺസ്റ്റന്റ് ത്രെറ്റ് ഓഫ് ഫിയറിൽ ജീവിക്കേണ്ടി വരും. അപ്പൊ അനാർക്കി നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. നമുക്കൊരു ഓർഡർ വേണം. ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അതിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു തരം ഇങ്ങനെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്, ഇതിനപ്പുറം നിങ്ങൾ ബിഹേവ് ചെയ്താൽ അതിൻ്റെതായ കോൺസിക്വൻസുകൾ, പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ലീഗൽ സിസ്റ്റം ഉണ്ടാവും, പോലീസ് ഫോഴ്സ് ഉണ്ടാവും, സമൂഹം തന്നെ രൂപീകരിച്ച ചില നോംസ് ഉണ്ടാവും, സമൂഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ചില അരുതുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തന്നെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഗവൺമെന്റ് ആയാലും ലീഗൽ സിസ്റ്റംസ് ആയാലും വിദ്യാഭ്യാസ സമ്പ്രദായം ആയാലും മതപരമായിട്ടുള്ള സംഘടനകളായാലൊക്കെ തന്നെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ആശയങ്ങളെ രൂപീകരിക്കുന്നതിൽ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ രൂപീകരിക്കുന്നതിൽ, അവരെങ്ങനെ ഏതുതരം എങ്ങനെ ബിഹേവ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ക്ലാസ്, ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുക്കുന്നു. ആ ക്ലാസ് ഇത് ക്ലാസ്സിൽ നിങ്ങളൊക്കെ കേൾക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അൺമ്യൂട്ട് ചെയ്ത് ബഹളം വെച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ബഹളം വെക്കാതിരിക്കുക, ഇത് കേൾക്കുക എന്നുള്ളതും, ഞാൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഞാൻ ഈ 1.5 മണിക്കൂർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ എവിടുന്ന് പഠിച്ചതാണ്? നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ച് സോഷ്യലൈസ് ചെയ്ത് പഠിച്ച കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത്തരത്തിൽ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിസ്പെൻസിബിൾ എലമെന്റ് ആണ്. എങ്ങനെ നമ്മൾ ഒരു പൊതു സ്ഥലത്ത് ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുന്നത് കൾച്ചറിലൂടെയാണ്. ആ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ ഗ്രൂപ്പ്, പല തരത്തിലുള്ള സാമൂഹിക ഗ്രൂപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഫാമിലി ആയിട്ടും, പല സംഘടനകളായിട്ടും, പല ജാതികളായിട്ടും, പല കമ്മ്യൂണിറ്റികളായിട്ടൊക്കെ തന്നെയും പല തരത്തിലുള്ള ഗ്രൂപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുള്ളതാണ്. ഇനി ഏതൊരു സമൂഹം എടുത്താലും ആ സമൂഹത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഫോളോ ചെയ്യും. എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈറാർക്കി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഘടന, ഒരു ശ്രേണീകൃതമായിട്ടുള്ള ഒരു ഘടന ഏതൊരു സമൂഹത്തിനുണ്ടാവും. ഒരു സമൂഹവും പൂർണ്ണമായിട്ടും തുല്യത കൈവരിക്കപ്പെട്ട ഒരു സമൂഹവുമില്ല. എല്ലാ സമൂഹത്തിന്റെ ഉള്ളിലും പവർ ഡൈനാമിക്സ് ഉണ്ട്. എല്ലാ സമൂഹത്തിൽ ജീവിക്കുന്നവരിലും അധികാരം ഏറിയതും കുറഞ്ഞതുമായ അളവിലൊക്കെ ഇങ്ങനെ അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട സമൂഹങ്ങളേ ഉള്ളൂ. ഇപ്പൊ എനിക്കുള്ള അധികാരം ആയിരിക്കില്ല ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുക, ഒരു മുഖ്യമന്ത്രിക്കുള്ള അധികാരം ആയിരിക്കില്ല ഒരു സെലിബ്രിറ്റിക്ക് ഉണ്ടാവുക. അപ്പൊ പലർക്കും പല തരത്തിലുള്ള ഒരു പവർ എക്സേർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ജെൻഡർ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവാം, കാസ്റ്റിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ സമൂഹവും സ്ട്രാറ്റിഫൈഡ് ആണ്, ശ്രേണീകൃതമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ പലർക്കും പല രീതിയിലുള്ള പൊസിഷൻസ് ആയിരിക്കും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, സോഷ്യൽ നോംസ് ഉണ്ട്, ചില തരത്തിലുള്ള അലിഖിതമായിട്ടുള്ള നിയമങ്ങൾ, റിട്ടൺ ലോസ് അല്ല, അലിഖിതമായ സമൂഹത്തിന്റെ ഇൻഫോർമൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ റോഡിൽ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അതൊന്നും എവിടെ എഴുതി വെച്ചിട്ടല്ലല്ലോ. അതൊക്കെ ഒരു അലിഖിത നിയമങ്ങളാണ്. അതും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. എന്തൊക്കെ അക്സെപ്റ്റബിൾ ആണ്, എന്തൊക്കെ അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത്. അതുപോലെ തന്നെ സമൂഹം, ഇതൊക്കെ പറയുമ്പോഴും സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കാത്ത ഒരു സമൂഹമില്ല. കാരണം എന്താ? അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃഷി കണ്ടുപിടിക്കില്ലായിരുന്നു, അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് കണ്ടുപിടിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കില്ലായിരുന്നു, ഒന്നും നടക്കില്ലായിരുന്നു, നമ്മൾ ഈ ക്ലാസ് പോലും ഇവിടെ എടുക്കില്ലായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി അല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ സൊസൈറ്റി ഈസ് ഡൈനാമിക്, സൊസൈറ്റി ഈസ് ചേഞ്ചിങ് കോൺസ്റ്റന്റ്ലി, ഇറ്റ് ഈസ് എവോൾവിങ് കോൺസ്റ്റന്റ്ലി എന്നുള്ളതാണ് സൊസൈറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കമ്മ്യൂണിറ്റി അടുത്തത്. അപ്പൊ നമ്മൾ കൾച്ചർ എന്താന്ന് കുറെ നോക്കി, കൾച്ചറിന്റെ റോൾ എന്താന്ന് നോക്കി, കൾച്ചറിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ എന്താന്ന് നോക്കി, സൊസൈറ്റി എന്താന്ന് നോക്കി, സൊസൈറ്റിയുടെ കമ്പോണൻസ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പക്ഷെ സിമിലർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൊസൈറ്റി തന്നെയാണ്.
ഒറ്റ ചെറിയൊരു വ്യത്യാസമുള്ളൂ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലാർജർ സ്കെയിലുള്ള ഒരു സംഗതിയാണ്. പക്ഷെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറെ കൂടി ലോക്കൽ ആയിട്ടുള്ള, അതായത് ഒരു പർട്ടിക്കുലർ വില്ലേജ് എടുക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ ഏതെങ്കിലും 2-3 വാർഡ്, ആ വാർഡിലെ ആളുകൾ തമ്മിൽ ഒരു കണക്ഷനൊക്കെ ഉണ്ടാവും. അവിടെയുള്ള ആളുകൾ തമ്മിൽ എപ്പോഴും ഒരു ജൈവികമായ ഒരു തരം ഒരു ഓർഗാനിക് ബന്ധം ഉണ്ടാവും അല്ലെ. അവര് തമ്മിൽ പരസ്പരം അറിയാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അവരെ നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. അതായത് കുറെ കൂടി അവർ കണക്റ്റഡ് ആയിരിക്കും, അവർ കുറെ കൂടി പരസ്പരം ഇന്റർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു കല്യാണം വയ്ക്കുകയാണെങ്കിൽ ആ തൊട്ടടുത്തുള്ള എല്ലാവരെയും വിളിക്കും, അങ്ങനെയൊക്കെ ഒരു സംഗതി. അതാണ് കമ്മ്യൂണിറ്റി. അതേസമയം സമൂഹം എന്ന് പറയുന്നത് കുറെ കൂടി വലിയൊരു ഗ്രൂപ്പാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ്. ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കേരള സൊസൈറ്റി എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാവരും വിളിക്കൂ? ഇല്ലല്ലോ. അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കുറച്ചെങ്കിലും കണ്ടുപരിചയെങ്കിലും ഉള്ള ആളുകളാണ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ സോഷ്യലി ഇന്റർഡിപ്പെൻഡന്റ്. അതാണ്, ഇൻഡിപെൻഡന്റ് അല്ല, ഇന്റർഡിപ്പെൻഡന്റ് ആണ്. പരസ്പരം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉള്ളവരാണ്. ഹു പാർട്ടിസിപ്പേറ്റ് ടുഗദർ ഇൻ ഡിസ്കഷൻ. അവര് പരസ്പരം ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുമിച്ച് വരേണ്ടി വരും, ഡിസിഷൻസ് ഒരുമിച്ച് എടുക്കേണ്ട ആളുകളായിരിക്കും, ചില കാര്യങ്ങൾ അവർ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കുറെ കൂടി ടാഞ്ചിബിൾ ആയിട്ടുള്ള, കുറെ കൂടി ലോക്കൽ ആയിട്ടുള്ള, കുറെ കൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു കമ്പോണന്റ് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പല ആളുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡെഫിനിഷനും നമുക്ക് ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് നോക്കാം കമ്മ്യൂണിറ്റി എന്താണെന്ന്. ബ്രയൻ മാനൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്താ പറഞ്ഞത്? കമ്മ്യൂണിറ്റി ഈസ് എ റിലേറ്റീവ്ലി സെൽഫ് സഫിഷ്യന്റ് പോപ്പുലേഷൻ റിസൈഡിങ് ഇൻ എ ലിമിറ്റഡ് ജോഗ്രഫിക് ഏരിയ ബൗണ്ട് ടുഗദർ ബൈ ഫീലിംഗ്സ് ഓഫ് യൂണിറ്റി ആൻഡ് ഇന്റർഡിപെൻഡൻസി. ഇപ്പൊ നമ്മൾ സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തപ്പോൾ വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉള്ള ആളുകൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു ലിമിറ്റഡ് ജോഗ്രഫി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 വാർഡ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പഞ്ചായത്ത് പോലും അല്ല, ഒരു 2-3 വാർഡിലുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പൊ അവരൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിലൊരു ഡിപ്പെൻഡൻസി ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കമ്മ്യൂണിറ്റി പറ്റി പഠിച്ച ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആണ് ഫെർഡിനാൻഡ് ടോണീസ്. ഫെർഡിനാൻഡ് ടോണീസ് സമൂഹത്തിന്, കമ്മ്യൂണിറ്റികളെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഗെമൈൻഷാഫ്റ്റ് ആൻഡ് ഗെസൽഷാഫ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫെർഡിനാൻഡ് ടോണീസ് കമ്മ്യൂണിറ്റിയെ ക്ലാസിഫൈ ചെയ്തത് 2 തരത്തിലാണ്, ഗെമൈൻഷാഫ്റ്റ് ആൻഡ് ഗെസൽഷാഫ്റ്റ്. എന്താണ് ഗെമൈൻഷാഫ്റ്റ്? ഗെമൈൻഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി പരസ്പരം പരിചയമുള്ള, മുഖാമുഖം പരിചയമുള്ള ആളുകൾ. അവരേതെങ്കിലും തരത്തിലൊക്കെ പരിചയം ഉള്ള ആളുകളായിരിക്കും, അവര് കണ്ടാ തിരിച്ചറിയുന്ന ആളുകളായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. ഇപ്പൊ ഒരു കുടുംബം ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരാൾ, അതായത് ഒരു വില്ലേജിലൊക്കെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത ആളുകൾ. അവർക്ക് പരസ്പരം വളരെയധികം അറിയുന്ന പേരെടുത്ത് വിളിക്കാവുന്ന ആളുകളായിരിക്കും, സ്വഭാവം അറിയുന്നതായിരിക്കും, അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഗെമൈൻഷാഫ്റ്റ്. അതേസമയം ഗെസൽഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരുതരം സിറ്റിയിൽ ജീവിക്കുന്ന, ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ, ഒരു വലിയ ഫ്ലാറ്റ് ആയിരിക്കും, ആ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് നേരത്തെ പറഞ്ഞ ഗെമൈൻഷാഫ്റ്റിൽ പെടുത്താൻ പറ്റില്ല. കാരണം അവര് ചിലപ്പോൾ പരസ്പരം അറിയണമെന്നില്ല. അതൊരു ഫ്ലാറ്റിലായിരിക്കും ജീവിക്കുക, പക്ഷെ അവര് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അത്ര ഒരു അവര് പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആള്, ഓരോരുത്തരും ഓരോ എൻറ്റിറ്റി ആയിരിക്കും. അതിന്റെ അർത്ഥം ഫ്ലാറ്റിലുള്ള എല്ലാവരും പരസ്പരം അറിയാണ്ട് ഇങ്ങനെ ജീവിക്കാന്നല്ല. അവിടെയും ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഓർഗനൈസേഷൻസും കൂട്ടായ്മകളും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു വലിയൊരു സിറ്റിയിലൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ എല്ലാവരും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവണമെന്നൊന്നുമില്ല. വലിയ മഹാനഗരങ്ങളിൽ ജീവിക്കുന്ന അത്തരം സിറ്റികളിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു സിറ്റിയിലുള്ള ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ചിലപ്പോൾ കുറെ കൂടി ഒരു റേഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ. അല്ലാണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ മാത്രം വന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കാണ്ടെങ്കിൽ തീരുമാനം എടുക്കുകയും കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം. അതാണ് ഒരു ഗെസൽഷാഫ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റികളുടെ പ്രത്യേകത. ഇത് രണ്ടും, ഗെസൽഷാഫ്റ്റും ഗെമൈൻഷാഫ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഈ ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്ത മനുഷ്യന്റെ പേരാണ് ഫെർഡിനാൻഡ് ടോണീസ്. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ സൊസൈറ്റി കമ്മ്യൂണിറ്റി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ 2ന്റെയും കൃത്യമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ പോയിന്റും ഇപ്പൊ നമ്മൾ വീണ്ടും നോക്കേണ്ടതില്ല. എന്നാലും ഒരു പോയിന്റ് നമുക്ക്, ഒന്നാമത്തെ പോയിന്റ് മാത്രം നോക്കാം. സൊസൈറ്റി എന്താണ്? refers to a larger, more complex system of social relationship and institution. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണോ? അത് അല്ല.
അത്രയും കോംപ്ലക്സ് ആണ്. പല ഭാഷ, പല രീതി, പല കൾച്ചറിൽ ജീവിക്കുന്ന ആളുകളാണ്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ലാർജർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. അതേസമയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറെ കൂടി സിംപ്ലർ ആണ്. അത് എന്താ, ഒരു സ്മോളർ ആണ്, ചെറിയ രീതിയിൽ ഇന്റിമേറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പരസ്പരം അറിയുന്ന ആളുകളാണ്. കുറെ കൂടി ഒരേ രീതിയിലുള്ള ഒരേ രീതിയിലുള്ള സവിശേഷതകളായിരിക്കും അവർക്കൊക്കെ ഉണ്ടാവുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതാണ് സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ. ഇനി നമ്മളൊരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിലേക്ക് ആലോചിക്കുകയാണെങ്കിൽ, നമ്മളൊരു സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഒരാളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയൊക്കെ ഇവിടെ ഇങ്ങനെ പഠിക്കുന്നത്? എന്തിനായിരിക്കും ഈ സിലബസിൽ കമ്മ്യൂണിറ്റിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജോലിയൊക്കെ കിട്ടിയിട്ട് പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഇടപെടാൻ വേണ്ടി, സ്റ്റേറ്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടാണല്ലോ. സ്റ്റേറ്റ് പറയുന്ന കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ, യു ആർ സ്റ്റേറ്റ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റേറ്റിന്റെ ഭാഗമാവുകയാണ്. സ്റ്റേറ്റ് ഓഫ് കേരളന്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ ഇടപെടുന്നത് എവിടെയായിരിക്കും? ഏതെങ്കിലും ഒരു സമൂഹത്തിൽ, ഏതെങ്കിലും ഒരു വില്ലേജിൽ, ഏതെങ്കിലും ഒരു വാർഡിൽ, ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ആളുകളായിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റിയിലുള്ള മുനിസിപ്പാലിറ്റിയിലോ അങ്ങനെ എവിടെയെങ്കിലും ഇടപെടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഇടപെടുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി എന്തായിരിക്കും, കമ്മ്യൂണിറ്റി എങ്ങനെ ബിഹേവ് ചെയ്യും, കമ്മ്യൂണിറ്റിയുടെ ഡൈനാമിക്സ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ കമ്മ്യൂണിറ്റിയെ നമുക്ക് 3 തരത്തിൽ കമ്മ്യൂണിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിറ്റി ഒരു സോഷ്യൽ സിസ്റ്റമായിട്ട്, ഒരു സാമൂഹിക സിസ്റ്റത്തിന് എന്താ പറയാ, സാമൂഹിക വ്യവസ്ഥിതിയായിട്ട്, ഒരു തരം വ്യവസ്ഥിതിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അതിനൊരു എക്കോളജിക്കൽ സിസ്റ്റമായിട്ട്, അതൊരു ജൈവികമായൊരു വ്യവസ്ഥിതിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് അധികാരങ്ങളുടെയും അധികാരത്തിനെതിരെയുള്ള കലഹങ്ങളുടെയും കോൺഫ്ലിക്റ്റുകളുടെയും ഒരു ഏരിയ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ആദ്യത്തെ സംഗതി, അതായത് സോഷ്യൽ സിസ്റ്റമായിട്ടാണ്, നിങ്ങളൊരു സാമൂഹിക വ്യവസ്ഥിതിയായിട്ടാണ് കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കുന്നതെങ്കിൽ, ഇതാണ് ഒരു പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതി. എന്താണ് സമൂഹം എന്ന് പറയുന്നത്? കുറെ ആളുകളൊക്കെ ചേർന്ന് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം. അവർ തമ്മിൽ ഒരു ഓർഡർലി ആയിരിക്കും ഇന്ററാക്ട് ചെയ്യുക. അതായത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ഇന്ററാക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫങ്ഷണൽ ആയിട്ട് പോവും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഗതിയാണ് കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് we are understanding community as a social system. If we are understanding in that manner, if we are understanding society as an orderly functional society, അതായത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന, പരസ്പരം ഒരു ധാരണയിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഷെയർഡ് ബിലീഫിലൊക്കെ നടന്നു പോകുന്ന ഒരു സംഗതിയാണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, അത് നമ്മൾ കമ്മ്യൂണിറ്റിയെ ഒരു സോഷ്യൽ സിസ്റ്റമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കമ്മ്യൂണിറ്റി ഒരു എക്കോളജിക്കൽ സിസ്റ്റമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് കമ്മ്യൂണിറ്റി ഒരു എക്കോളജിക്കൽ സിസ്റ്റമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രാമത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളുകളാണെന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹില്ലി ടെറൈനിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് വെക്കുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു എക്കോളജിയുടെ ഭാഗമായിട്ട് അതിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങളെ എക്കോളജി ആയിട്ട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ ആവുന്ന സമയത്താണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ഒരു എക്കോളജിക്കൽ സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ആ പ്രകൃതിയുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ബന്ധങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് നിങ്ങൾ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കുന്നതെങ്കിൽ, അതാണ് എക്കോളജിക്കൽ സിസ്റ്റം. കമ്മ്യൂണിറ്റി ആസ് എൻ എക്കോളജിക്കൽ സിസ്റ്റം. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു പ്രകൃതിയുമായിട്ട്, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് നാച്ചുറായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ, ഒരു അഗ്രേറിയൻ സൊസൈറ്റി, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അപ്പോൾ ആ ഒരു സംഗതിയിൽ നിങ്ങൾ വളരെയധികം ആ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾക്ക് മഴ കൂടിയാലും പ്രശ്നമാണ്, മഴ കുറഞ്ഞാലും പ്രശ്നമാവും. മഴ നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യും, ജൂൺ ആകുമ്പോഴേക്കും മഴ പെയ്യും വേണം, എന്നാൽ മഴ ഒരുപാട് പെയ്യരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയായിട്ട് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളെ നമുക്ക് ഒരു എക്കോളജിക്കൽ സിസ്റ്റമായിട്ട്, കമ്മ്യൂണിറ്റി ഒരു എക്കോളജിക്കൽ സിസ്റ്റമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് കമ്മ്യൂണിറ്റിയെ വേറൊരു തരത്തിലും കൂടി മനസ്സിലാക്കാം. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരാണല്ലോ. പല തരത്തിലുള്ള, പല ജാതിയിലും മതത്തിലും പല ലിംഗത്തിലും ഒക്കെ പെടുന്ന ആളുകളൊക്കെ ആണല്ലോ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ. അപ്പൊ ഇവരൊക്കെ തന്നെ എപ്പോഴും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവരൊക്കെ തന്നെയും ചിലപ്പോൾ അവരവരുടെ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അവരവരുടെ പവർ റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ചിലപ്പോൾ അവർ ഇടപെടുള്ളൂ. അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റിയെ എങ്ങനെയും മനസ്സിലാക്കാം,
അധികാര പ്രയോഗങ്ങളുടെയും ആ അധികാരങ്ങൾക്കെതിരെയുള്ള കലഹങ്ങളുടെയും ഒരു കേന്ദ്രമായിട്ടും കൂടി നമുക്ക് കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കാം. ചില സമയത്ത് നമ്മൾ ആ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഇടപെട്ടുകൊണ്ട് ചില കാര്യങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വരും, സമരം ചെയ്യേണ്ടി വരും, ഇത് തെറ്റാണെന്ന് പറയേണ്ടി വരും, നിങ്ങൾ തെറ്റാണ്, നീ തെറ്റാണ്, നീ ചെയ്ത് ശരിയല്ല, നീ ചെയ്ത പ്രവൃത്തിയിലൂടെ എനിക്കൊരു പണി കിട്ടി, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമായി എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. കലഹത്തിലും ഏർപ്പെടേണ്ടി വരും, കോൺഫ്ലിക്ട് സിറ്റുവേഷനിലും ഏർപ്പെടേണ്ടി വരും. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയെ നമ്മൾ വളരെയധികം നീറ്റ്ലി, ഓർഡർലി, ഫങ്ഷണൽ മാനറിൽ അല്ലാണ്ട് അതിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മൾ കമ്മ്യൂണിറ്റിയെ ഒരു തരം സീറ്റ് ഓഫ് പവർ ആൻഡ് കോൺഫ്ലിക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ? കമ്മ്യൂണിറ്റി ഡിസിഷൻ മേക്കിംഗ് ഈസ് നോട്ട് നിയർലി സീൻ ആസ് എ റേഷണൽ പ്ലാനിങ്. കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിസിഷൻ ഉണ്ടാവുന്നത്, ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വരുന്നത് എപ്പോഴും യുക്തിപരമായ പ്ലാനുകളുടെയും അതുപോലെ എല്ലാവരും തമ്മിലുള്ള സഹകരണത്തിലൂടെയും മാത്രം ആവണമെന്നില്ല. ചില സമയത്തെങ്കിലും അത് ചില വ്യക്തികളുടെയോ ചില സമുദായങ്ങളുടെയോ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടി കൂടിയായിരിക്കും എന്നും മനസ്സിലാക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെയും കമ്മ്യൂണിറ്റി ആസ് എ സീറ്റ് ഓഫ് പവർ ആയിട്ടാണ് നമ്മളപ്പോൾ അതിനെ മനസ്സിലാക്കുന്നത്, കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റിയുടെ ഓൾറെഡി നമുക്ക് കമ്മ്യൂണിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊരു വാർഡിനെ കുറിച്ച് ആലോചിച്ചാൽ കമ്മ്യൂണിറ്റി കുറെ കൂടി എളുപ്പമായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെയ്ബർഹുഡ്, നിങ്ങൾ ജീവിക്കുന്ന ഒരു നഗർ ആണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു നഗറിലാണെങ്കിൽ, ഇപ്പൊ ഹിൽ വ്യൂ നഗർ അല്ലെങ്കിൽ ആതിര നഗർ, അങ്ങനെ എന്തെങ്കിലും ഒരു നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേരിടുമല്ലോ. ആ നഗറിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം, അതാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് ചുരുക്കി പറയാം. എന്തായാലും ആ കമ്മ്യൂണിറ്റിക്ക് ചില സവിശേഷതകൾ ഉണ്ടാവും. എന്താണ് അതിന്റെ ഹ്യൂമൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. വളരെയധികം കോണ്ടാക്റ്റിലുള്ള കുറച്ച് മനുഷ്യന്മാർ, ഒരുപാട് മനുഷ്യന്മാർ. ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ 140ഓളം കോടി മനുഷ്യന്മാരെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 50, 100, 150, 200 പേരുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പൊ ഹ്യൂമൻ സ്കെയിൽ വളരെ ചെറുതാണ്. ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ആണ്, ഇന്റിമേറ്റ് റിലേഷൻസ് ആണ്. പരസ്പരം അറിയാം ഇയാൾ ഇങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാം. ആ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും. ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്, നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നമുക്ക് തന്നെ തോന്നും. നമ്മുടെയും കൂടി സ്ഥലമാണെന്ന് നമുക്ക് ആ ഒരു ഇത് വരും, ഒരു ബിലോങ്ങിങ് വരും. അതുപോലെ നമ്മളെല്ലാവരും പരസ്പരം ഇവിടെ ആവശ്യമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നൽ വരുന്ന ഒരു സ്ഥലത്ത് ഒരു എൻറ്റിറ്റിയാണ് കമ്മ്യൂണിറ്റി. അതുപോലെ നമ്മൾ ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ, അതിലുള്ള ആളുകളോട് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം. അവരിങ്ങോട്ടൊരു സഹായം ചെയ്ത് നമുക്ക് തിരിച്ചൊരു സഹായം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവാൻ അവിടെ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ എല്ലാവരും കൂടി അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടി പോയിട്ട് ഏതെങ്കിലും രീതിയിൽ അവിടെ അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെങ്കിലും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഗമൈൻ ഷാഫ്റ്റ് ആയിരിക്കും. ഗമൈൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വില്ലേജ് സൊസൈറ്റി, പരസ്പരം അറിയുന്ന ആളുകൾ, ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ്, ഇതൊക്കെ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ ആ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകതരം കൾച്ചർ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. അവിടെ ജീവിക്കുന്ന ആളുകൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു സംസ്കാരം, അവർക്ക് രൂപപ്പെട്ടു വരുന്ന ഒരു സംസ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റിയെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ സൊസൈറ്റി, കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി, ഇത് മൂന്നും തമ്മിൽ എന്താണ് വ്യത്യാസം, അവയുടെ സവിശേഷതകളൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്വിക്കായിട്ട് പറഞ്ഞു പോകേണ്ട വേറൊരു സെഷനാണ് സോഷ്യലൈസേഷനും അതിന് കുട്ടികളുടെ വികാസത്തിലുള്ള അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം, കുട്ടികളുടെയൊക്കെ ഒരു വ്യക്തിത്വ വികസനത്തിൽ സോഷ്യലൈസേഷൻ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സോഷ്യലൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പല ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് സോഷ്യലൈസേഷൻ? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. സമൂഹത്തിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ ആ സമൂഹത്തിൽ ഒരു വ്യക്തിയായി മാറുന്ന ആ പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളത് എങ്ങനെ പഠിക്കുക? ബാക്കിയുള്ളവരിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടും അവരോട് സംസാരിച്ചും അവരിൽ നിന്ന് കേട്ടും കണ്ടും ഒക്കെ പഠിക്കും. അതാണ് സോഷ്യലൈസേഷൻ, അല്ലെ? അപ്പോൾ അങ്ങനെ സോഷ്യലൈസേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആ സമൂഹത്തിന്റെ അന്തർലീനമായ ചില വാല്യൂസ്, അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഒരു ചെറിയ കുട്ടിയായി വരുന്ന സമയത്ത് തന്നെ ഈ സോഷ്യലൈസേഷന് വിധേയമാവുന്നുണ്ട്. ജനിച്ചത് മുതൽ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ ആദ്യമായിട്ടൊരു വാക്ക്, നമുക്ക് ആദ്യം ജനിക്കുന്ന ഉടനെ ഭാഷയില്ലല്ലോ. ചുറ്റും ആളുകൾ എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും
നവജാത ശിശുവിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയോ നടക്കുന്നു എന്നല്ലാണ്ട്, ചെവിയിലൂടെ എന്തൊക്കെയോ കേൾക്കുന്നു എന്നല്ലാണ്ട് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ഓരോ ഘട്ടം കഴിയും തോറും മെല്ലെ മെല്ലെ അത് ഒബ്സർവ് ചെയ്യുകയും അവരെന്താ പറയണത് നോക്കുന്നു, അവര് സംസാരിക്കുന്ന ഭാഷ പഠിക്കാൻ നോക്കുന്നു. അതുപോലെ അമ്മ അച്ഛൻ എന്നൊക്കെ പഠിപ്പിച്ച് അത് പറയാൻ വേണ്ടി പഠിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടാവുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ സോഷ്യലൈസേഷനിലൂടെയാണ് പഠിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാരന്റ്സിൽ നിന്നുമായിരിക്കും പൊതുവെ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പകാലത്തിൽ ആരുമായിട്ടാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അവരുടെ ഭാഷയായിരിക്കും ആ കുട്ടിയുടെ ഒരു ഭാഷയായിട്ട്, അല്ലെങ്കിൽ അവരെന്താണോ സംസാരിക്കുന്നത് അതായിരിക്കും ഈ കുട്ടിയുടെയും വൊക്കാബുലറി ആയിട്ട് ആദ്യകാലത്ത് വരിക എന്നുള്ളതാണ്. അതേസമയം നോൺ വെർബൽ സ്കിൽസും വരും. ഇപ്പൊ നമ്മൾ ദേഷ്യത്തോടെ നോക്കുന്നു, അമ്മ കുട്ടിയെ അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയെ ദേഷ്യത്തോടെ നോക്കുന്നു, നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നോക്കുമ്പോൾ ആ ദേഷ്യം, ചിരി, സങ്കടം, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കോൺഫിഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്, നമ്മൾ സോഷ്യലൈസേഷൻ വഴി മാത്രമേ നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് ഇടപെടുന്നത് വഴി മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, നമ്മളും ഒരു ഇൻഡിവിജ്വൽ ആണ്, നമുക്കും കഴിവുണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഇടപെടാൻ വേണ്ടി പറ്റും, നമ്മൾ സംസാരിച്ചാലും ആൾക്കാർ കേൾക്കും, നമുക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്, നമുക്ക് അച്ഛനമ്മയും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഇന്ന ആൾക്കാരുണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ സൗഹൃദങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പഠിച്ച് വരും. അപ്പൊ അതൊക്കെ തന്നെ നമ്മളെ ഒരു സെൽഫ് കോൺഫിഡൻസ്, നമ്മളും ഈ സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് നമുക്ക് തോന്നും, നമ്മൾ ഈ ഫാമിലിയുടെ ഭാഗമാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ നമ്മളും ഒരു ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നും. നമ്മളും സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ ചില പ്രത്യേകതകൾ ഉണ്ട്, നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നും നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ എന്താ പറയാ, സോഷ്യലൈസേഷൻ വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഓവർനൈറ്റ് ഫെനോമെന അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രാജുവൽ പ്രോസസ്സാണ് ഇതൊക്കെ. പിന്നെ ഷെയറിങ് നമ്മൾ എങ്ങനെ പഠിക്കുന്നത്, സോഷ്യലൈസേഷൻ വഴിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതിലൂടെയും കൂടിയാണ്, അതായത് സോഷ്യലൈസ് ചെയ്യുന്നതിൽ കൂടിയാണ് നമുക്ക് ആ കഴിവൊക്കെ വരിക. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലേ പറയാണ്, നീ നിനക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം നിന്റെ അനിയത്തിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അനിയന് കൊടുക്കുക, ചേട്ടനും കൂടി അത് ഷെയർ ചെയ്യും, നിനക്ക് കിട്ടിയ മുട്ടായിയുടെ പകുതി അവനോ അല്ലെങ്കിൽ അവൾക്കോ കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നൊക്കെ പറയുന്ന സംഗതി, അതൊക്കെ എന്താണ്, അതൊരു അപ്രിഷിയേറ്റീവ് ആക്ട് ആണ്. നമ്മൾ ആ ഒരു പ്രവൃത്തി നല്ലതാണ് എന്ന് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. എന്താണ് പ്രവൃത്തി? ഷെയറിങ്. ചില കാര്യങ്ങൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇത്രയും കാലം രൂപീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് മനുഷ്യൻ മാറിയത് എങ്ങനെയാണ്? കാര്യങ്ങളെയും വിവരങ്ങളെയും റിസോഴ്സുകളെയൊക്കെയും പരസ്പരം പങ്കുവെച്ചിട്ടാണ്. അപ്പൊ പങ്കുവെക്കൽ ഒരു നല്ല കാര്യമാണ് എന്ന് ചെറുപ്പത്തിലെ സോഷ്യലൈസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ഈ ഷെയറിങ്ങിന്റെ ആസ്പെക്ട് വരുള്ളൂ. അയാളും കാര്യങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. എല്ലാം എൻ്റെ കയ്യിൽ വെക്കേണ്ട അതാണെന്നും ഇതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ലാത്തതാണെന്നുള്ള സ്വാർത്ഥ ചിന്താഗതി വരാതിരിക്കണമെങ്കിൽ യു ഹാവ് ടു ടീച്ച് യുവർ ചിൽഡ്രൻ ടു ഷെയർ തിങ്സ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ വേറൊരു ആസ്പെക്ട്. പിന്നെ എമ്പതി, നമുക്ക് ബാക്കിയുള്ളവരോടുള്ളൊരു കരുണ, വേറൊരു മനുഷ്യന്റെ കഷ്ടപ്പാട് കാണുന്ന സമയത്ത് കണ്ണ് നിറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ലേൺ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരാളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ ഒരാളെ അടിക്കുന്ന സമയത്ത് പറയില്ലേ, അയാൾക്ക് വേദനിക്കും, നീ അങ്ങനെ അടിക്കരുത്, അയാൾക്ക് വേദനിക്കും, കണ്ടോ അയാൾ കരയുന്ന കണ്ടില്ലേ, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നീര് വന്ന കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ എമ്പതി, മറ്റുള്ള ഒരാളുടെ സ്ഥാനത്ത് നിന്ന് കുട്ടിയെ ചിന്തിക്കാനും അയാളുടെ വേദന അയാൾക്കും വേദനിക്കും എന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കും. സോ യു ആർ ബേസിക്കലി ടീച്ചിങ് എമ്പതി ടു ദം. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളവരോട് കരുതൽ വേണമെന്നും നിങ്ങൾ ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുകയും കൂടി വേണം. എന്നാൽ മാത്രം നമുക്ക് ആ ഒരു കരുതലൊക്കെ ചിലപ്പോൾ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എമ്പതി വരണമെങ്കിലും നിങ്ങൾ ചെറുപ്പം മുതൽ സോഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട് ആ രീതിയിൽ. അതുപോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ ചെറുപ്പത്തിൽ ഈ കുട്ടി ഏറ്റവും ഇമ്മീഡിയറ്റ് ഫാമിലി ആയിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിലും കുറച്ചൊന്ന് വലുതാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവന്റെ ചുറ്റുമുള്ള സൗഹൃദങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവളുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങളിലേക്ക് നമ്മൾ കുറെ കൂടി നമ്മുടെ ഒരു നെറ്റ്വർക്ക് വലുതാവും. അപ്പൊ നമ്മൾ മനസ്സിലാവും, ഓക്കെ, നമ്മളെ പോലെ ഒരുപാട് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ എന്നെ പോലത്തെ
കുട്ടികൾ അവിടെയുണ്ട്, ആ കുട്ടിക്ക് ഇന്ന ഇന്ന കഴിവുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇത് എനിക്ക് പറഞ്ഞു തന്നു, ഞാനിത് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ വേറൊരാളായിട്ട് അടി ഉണ്ടാക്കി, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പൊ ഒരു തരം ഗ്രൂപ്പ് ഫോർമേഷൻ, ഒരുപോലെയുള്ള ആളുകൾ, ഒരുപോലെ അല്ലാത്ത ആളുകൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, തമാശ പറയൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ലേൺ ചെയ്യും. അതൊക്കെയും ഈ സോഷ്യലൈസേഷൻ വഴി, സ്കൂളിൽ പോകുന്നത് വഴി, അംഗനവാടികളിൽ പോകുന്നത് വഴിയൊക്കെയാണ് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുന്നത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മളൊരു സാമൂഹിക ജീവിയാവുന്നതിന്റെ, ഒരു സൊസൈറ്റിയിലേക്ക് നാളെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ സൊസൈറ്റിയിൽ ഒരുപാട് മനുഷ്യന്മാരെ ഡീൽ ചെയ്യേണ്ടി വരുമല്ലോ. നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ആളുകളൊന്നും നമ്മൾ എല്ലാ ദിവസവും കണ്ട് പരിചയമുള്ള ആളുകളൊന്നും അല്ലല്ലോ. ഒരു രീതിയിൽ നമുക്ക് അറിയാത്ത, എന്താണ് സ്വഭാവം എന്ന് തീരെ അറിയാത്ത മനുഷ്യന്മാരായിട്ട് നമ്മൾ ഡെയിലി ഡീൽ ചെയ്യേണ്ടി വരും, ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ, അല്ലെ? അപ്പൊ ഇവരെയൊക്കെ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, ഏത് രീതിയിൽ നമുക്ക് ഇതൊന്നും വലിയ, നമുക്കും ബുദ്ധിമുട്ടില്ല, അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആദ്യം ആയിട്ട് പഠിക്കുന്നത്, ഒരു കുട്ടി ആദ്യമായിട്ട് അത് പഠിക്കുന്നത് ഫ്രണ്ട്സിൽ നിന്നാണ്. കാരണം ഫ്രണ്ട്സ് ആണ് അവന്റെ ആദ്യത്തെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഒരു ഫാമിലിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത്. അപ്പോ അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ സോഷ്യലൈസേഷൻ ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരാൻ, അയാൾക്ക് സെൽഫ് കോൺഫിഡൻസ് വരാൻ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാളെന്ന് തോന്നാൻ, അതുപോലെ തന്നെ കാര്യങ്ങൾ സ്വാർത്ഥതയില്ലാണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നാൻ, അതുപോലെ ബാക്കിയുള്ളവരോട് കരുതലും കരുണയും തോന്നാൻ, അതുപോലെ തന്നെ ബാക്കിയുള്ളവരോട് ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ, സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഇടപഴകാൻ ഒക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഇയർലി ചൈൽഡ്ഹുഡ് സോഷ്യലൈസേഷനിൽ നിന്നുമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഷ്യലൈസേഷൻ എവിടുന്നാണ് നടക്കുന്നത്, ഏറ്റവും ആദ്യത്തെ സോഷ്യലൈസേഷൻ നടക്കുന്നത് കുടുംബം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലിയിൽ നിന്നാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, which among the following is the first agent of socialization? താഴെ പറയുന്നതിൽ ഏതാണ് സോഷ്യലൈസേഷന്റെ ഏറ്റവും ആദ്യത്തെ ഏജന്റ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് വരികയാണ്. ഫാമിലി, സ്കൂൾ, ഫ്രണ്ട്സ്, ഓഫീസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒരു നിസ്സംശയം എന്താണ് ആൻസർ? ഫാമിലിയാണ്, അല്ലെ? ഫാമിലി എന്നാണ്. നമ്മുടെ അച്ഛൻ, അമ്മ, അതുപോലെ നമ്മുടെ ചേട്ടൻ, അനിയൻ, അനിയത്തി, ചേച്ചി, ഇവരൊക്കെ ഇവരിൽ നിന്ന്, അതുപോലെ നമ്മുടെ മുത്തശ്ശൻ, മുത്തശ്ശി, ഗ്രാൻഡ് പാരൻസ്, അങ്ങനെ ഇനി എക്സ്റ്റെൻഡഡ് ഫാമിലി, ഇവരിൽ നിന്നൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെറുപ്പത്തിൽ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലി ഈസ് ദ ഫസ്റ്റ് ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് കൂടുതൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് വിശദീകരിക്കേണ്ടത്, കാരണം നമ്മൾ ഫാമിലിയെ പറ്റി ആലോചിച്ചാൽ തന്നെ നമുക്ക് അറിയാലോ, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിക്കേണ്ടത്. ഏറ്റവും ഇപ്പോൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം, എങ്ങനെ പുറത്ത് വീഴാണ്ട് കഴിക്കണം, എങ്ങനെ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കണം ഒക്കെ തുടങ്ങി അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമ്മളെ സൊസൈറ്റിയിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വിടുന്ന ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഫാമിലി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാമിലിയുടെ റോള് കൃത്യമായിട്ട് അറിയാം. സോഷ്യലൈസേഷനിൽ എത്രത്തോളം ക്രൂഷ്യലാണ് ഫാമിലി എന്നുള്ളത്. ഈ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ബയോളജിക്കൽ പാരന്റ്സ് തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മളെ ഒരാൾ എന്നുള്ള നിലയിൽ, ഒരു കുട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ ആരുടെ ഒപ്പമാണോ ഏറ്റവും ചെറുപ്പത്തിൽ ജീവിച്ച് വളരുന്നത് അവരാണ്, അതായത് ആരാണോ നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്ന ആ ആളുകൾ എന്നേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫാമിലിയും സോഷ്യലൈസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ജെൻഡർ റോൾസ്. എന്താണ് ഷിഫ്റ്റിംഗ് ജെൻഡർ റോൾസ്? നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ളൊരു സമ്പ്രദായം അനുസരിച്ച് ജെൻഡർ എന്ന് പറയുന്നത്, ആണ് എന്ന് പറയുന്നതിന് ഇന്ന റോൾസ് ഉണ്ട്, പെണ്ണ് എന്ന് പറയുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഇന്ന റോൾ ഉണ്ട്, ആണുങ്ങൾക്ക് ഇന്ന റോൾ, സ്ത്രീകൾക്ക് ഇന്ന റോൾ. ഇവര് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ അപ്പുറം എന്തെങ്കിലും ചെയ്താൽ അത് തമാശയാക്കുകയും അതിനെ കളിയാക്കുകയും ഒക്കെയാണ് നമ്മൾ പൊതുവെ ചെയ്ത് വന്നത്. ട്രഡീഷണൽ, അതിപ്പോഴും മുഴുവനായിട്ട് മാറിയിട്ടില്ല, പക്ഷെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാറ്റങ്ങൾ വരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. അത് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ റിയാലിറ്റി. അതേസമയം ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളൊരു പർട്ടിക്കുലർ സെക്സിൽ ജനിച്ചത് കൊണ്ട് നിങ്ങൾ ഇന്ന പോലെയൊക്കെ നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കണം എന്ന് നമ്മൾ അവരിൽ ഇമ്പോസ് ചെയ്യിക്കുന്ന സോഷ്യലി കൺസ്ട്രക്റ്റഡ്, അതൊരു സാമൂഹിക നിർമ്മിതിയാണ്, അതൊരു ബയോളജിക്കൽ റിയാലിറ്റി അല്ല. നിങ്ങൾ ഇന്ന ലിംഗത്തിൽ ജനിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ, ഇന്നൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ആരാണ്? അതൊരു
അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, അതൊരു തന്നെ സാമൂഹികമായൊരു നിർമ്മിതി, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ജെൻഡർ എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സോഷ്യൽ കൺസ്ട്രക്റ്റഡ് എൻറ്റിറ്റി ജെൻഡർ. അപ്പൊ അതിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഉത്തരവാദിത്തങ്ങൾ കൽപ്പിച്ചു കൊടുക്കും, നിങ്ങളിൽ നിന്നും ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കും, ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കില്ല ഒക്കെ ഉണ്ടാവും. അപ്പൊ അതാണ്. അപ്പോൾ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. പക്ഷെ ഈ ജെൻഡർ റോൾസിൽ ഷിഫ്റ്റ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഷിഫ്റ്റ് വരുന്നത്? പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ അർബനൈസേഷൻ. അതായത് നമ്മളൊരു ട്രഡീഷണൽ അഗ്രേറിയൻ സൊസൈറ്റിയിലേക്ക്, കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു ഗ്രാമീണ സൊസൈറ്റിയിലാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരിക എന്നുള്ളത് ഒരു തരം വളരെ കുറവ് ചാൻസ് ആണ് അവിടെ ഉള്ളത്. നിങ്ങൾ അവിടെ നീറ്റ്ലി ഡിവൈഡഡ് ബൗണ്ടറികളായിരിക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന ആൾക്കാർ ചെയ്യാൻ പാടും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വീടിന്റെ പുറത്ത് ആണുങ്ങളെ ഇരിക്കാൻ പാടുള്ളൂ, അടുക്കളയിലെ സ്ത്രീകൾ ഇരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി കഴിഞ്ഞാൽ ആ വഴി കൂടെ സ്ത്രീകൾ പോകാൻ പാടില്ല. ഇങ്ങനെ കുറെ സ്ട്രിക്റ്റ് സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഒരു അർബൻ സൊസൈറ്റി വരുന്ന സമയത്ത് ഇതിലൊക്കെ ചില മാറ്റങ്ങൾ വരും. കാരണം യു ആർ നോ മോർ പാർട്ട് ഓഫ് എ ട്രഡീഷണൽ വില്ലേജ് സൊസൈറ്റി. യുവർ റിലേഷൻസ് വിത്ത് അതേഴ്സ് ആർ നോട്ട് വെരി മച്ച് ഇന്റിമേറ്റ്. നിങ്ങൾ തമ്മിൽ ഇംപേഴ്സണൽ ആണ്. നിങ്ങളുടെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്ക് നിങ്ങൾ എന്താ രാത്രി വൈകി വരുന്നത് എന്ന് ചോദിക്കാൻ അയാൾക്ക് യാതൊരു അവകാശമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ കൂടി ഒരു ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങളൊരു സിറ്റിയിലാവുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടും. നിങ്ങൾക്ക് ഇന്ന ജോലി നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് ഒരുപാട് ആലോചിക്കേണ്ടി വരില്ല. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജെൻഡർ റോൾസിലും മാറ്റം വരും എന്നുള്ളതാണ്. അപ്പൊ അർബനൈസേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ചേഞ്ചിങ് ഓർ ഷിഫ്റ്റിംഗ് ജെൻഡർ റോൾസ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ തന്നെ പാടില്ല എന്ന് വിശ്വസിച്ച ആളുകളുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ജെൻഡർ ഒരു ബയാസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിൽ പൊതുവെ കുറച്ച് കുറഞ്ഞാണ് വരുന്നത്. എന്തായാലും കുറെ കൂടി ആക്സസ് ഉണ്ട് നമുക്ക് എന്തായാലും പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നമുക്ക് ജോലി കിട്ടും, നമുക്ക് ശമ്പളം കിട്ടും. അപ്പോൾ മനസ്സിലാവും നമ്മളും ഇൻഡിപെൻഡന്റ് ആണ്, നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ ആരുടെയും ആവശ്യമില്ല, നമുക്ക് തന്നെ കാശ് കിട്ടുന്നുണ്ട്, പിന്നെ ഇപ്പൊ എന്തിനാണ് ഇവന്മാര് പറയുന്നത് കേൾക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഡിപെൻഡന്റ്. അപ്പൊ നമുക്കത് കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. സമൂഹത്തിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രീതികളോട് നമുക്കൊരു കലഹം, ഒരു കോൺഫ്ലിക്ച്വൽ സിറ്റുവേഷനിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെപ്പറ്റി നമ്മൾ തന്നെ ഇന്റേണലൈസ് ചെയ്ത് നമ്മുടെ റോളുകളിൽ നമ്മൾ മാറ്റം കണ്ടു തുടങ്ങും. ഓക്കെ. അതുപോലെ മീഡിയയും ഇൻഫ്ലുവൻസ് ചെയ്യും. മീഡിയയിലൊക്കെ വരുന്ന പോലെ നമ്മളെ എങ്ങനെ ജെൻഡർ റോൾസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് മാറുന്നതിനനുസരിച്ച് നമ്മൾ ആലോചിക്കുന്ന രീതിയും മാറും. ഇതൊക്കെ തന്നെയും കൾച്ചറൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ആണ്. അതുപോലെ എക്കണോമിക് ചേഞ്ചസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ പ്രത്യേകിച്ചും വുമൺ എന്ന സ്ത്രീകളുടെ ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ, വർക്കിൽ ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, അവർക്ക് കുറെ കൂടി എക്കണോമിക് ഇൻഡിപെൻഡൻസി വരും. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് തന്നെ ഇൻകം ഉണ്ടാവുന്ന സമയത്ത് പിന്നെ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് എന്താ പറയാ, നമ്മളപ്പോൾ ഇനി ഒരു പാർട്ട്ണർ വേണോ വേണ്ടേ, ഇനി പാർട്ട്ണർ വേണമെങ്കിൽ ആര് വേണം ഒക്കെ ചൂസ് ചെയ്യാനുള്ള അവകാശം, നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റി വരും. അപ്പൊ നമുക്ക് കുറെ കൂടി ഏജൻസി വരും. അപ്പൊ എംപ്ലോയ്മെന്റ് കൂടുന്നത് വഴി സ്വാഭാവികമായിട്ടും ജെൻഡർ റോൾസിൽ മാറ്റം വരും. ഇൻകവും എംപ്ലോയ്മെന്റും എന്താ പറയാ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന, അപ്പൊ അതിന് കൂടുതലായിട്ട് പറയണ്ടല്ലോ. അപ്പൊ എക്കണോമിക് എംപവർമെന്റ് വരുന്നത് വഴി സ്വാഭാവികമായിട്ടും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, നമുക്ക് തന്നെ സ്വയം ഇൻഡിപെൻഡന്റ് ആവാനുള്ള, ബാക്കിയുള്ളവരുടെ തണലിൽ ജീവിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് വരികയും നമ്മൾ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ജെൻഡർ സമൂഹം നമ്മളിലേക്ക് കൽപ്പിച്ച് തന്ന അതേ റോൾസ് തന്നെ നമ്മൾ നിർവഹിക്കണം എന്ന് നിർബന്ധമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുപോലെ മാറ്റങ്ങൾ, നിയമപരമായ മാറ്റങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഡൗറി അതിപ്പോ നിരോധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഡൗറി നിരോധിച്ചിട്ടുണ്ടല്ലോ തത്വത്തിലെങ്കിലും. അപ്പൊ അത് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നാണ് നിയമം പറയുന്നത്. അറ്റ്ലീസ്റ്റ് നിയമത്തിലെങ്കിലും അങ്ങനെയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഡൗറി തെറ്റാണ്, അത് പബ്ലിക്കലി നിങ്ങൾക്ക് അത്ര പറയാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറും. കാരണം നിയമപരമായിട്ട് ചിലപ്പോൾ ആക്ഷൻ വരുന്നുള്ളതുകൊണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെയും അതുപോലെ ചില ഗവൺമെന്റുകളുടെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ വഴി, സ്റ്റേറ്റ് എടുക്കുന്ന ചില ഇനീഷ്യേറ്റീവ്സ് വഴിയും ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇത്ര ശതമാനം റിസർവേഷൻ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിൽ വേണം, എംപ്ലോയ്മെന്റിൽ വേണം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഒരു വലിയ മാറ്റം കൊണ്ടുവരും. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയും ജെൻഡർ റോൾസിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ടെക്നോളജിക്കൽ ചേഞ്ചസ്,
അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി പണ്ടത്തെ പോലെ ഇപ്പൊ എല്ലാവരും എല്ലാ ദിവസവും കണ്ടിട്ടൊന്നും അല്ലല്ലോ, പരസ്പരം കണ്ടിട്ട് വേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമുക്ക് വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പരസ്പരം സംസാരിക്കുന്നതിന്റെ ഒരു എന്താ പറയാ, ഒരു നാച്ചർ മാറി എന്നുള്ളതാണ്. അപ്പൊ അതും നമ്മുടെ ജെൻഡർ റോൾസിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇക്കാലം തൊട്ടടുത്ത കാലം വരെയും നോക്കുകയാണെങ്കിൽ ഈ ജെൻഡർ റോൾസ് ഒരുപാട് ഇമ്പോസ്ഡ് ആണ്. അതായത് ആര് എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായി നീറ്റ്ലി ഡിഫൈൻഡ് പോലെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ സതി പോലുള്ള സംഗതികൾ വരെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അത്രയും കൃത്യമായ ഷാർപ്പ് ഡിവിഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് തൊട്ടടുത്ത കാലം വരെ. ഇപ്പോഴും ഫുള്ളായി മാറി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക. വി ആർ വിറ്റ്നസിങ് ദ ചേഞ്ച് എന്ന് പറയാം വേണമെങ്കിൽ. എന്തായാലും കണ്ടംപററി സിനാരിയോ എന്താണ്? കണ്ടംപററി സിനാരിയോ ഇപ്പോഴത്തെ സിനാരിയോ എന്താന്ന് നോക്കിയാൽ കുറെ കൂടി സ്ത്രീകൾ പല ജോലികളിലും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങൾ കുറെ കൂടി എന്ന് പറയുമ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആയിട്ട് ചൈൽഡ് കെയർ, അവരുടെ കുട്ടികളെ നോക്കുന്നതിലൊക്കെ കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പഴയ ഈ നമ്മളൊരു ഇമേജ് ഒക്കെ നോക്കുകയാണ്, ഒരു ഫാമിലി നടന്നു വരുന്ന ഒരു 1990കളിൽ അല്ലെങ്കിൽ 80കളിൽ ഒക്കെ ഒരു ഫാമിലി ഒരു നാട്ടുവരമ്പിലൂടെ നടന്നു വരുന്നത് ഇമാജിൻ ചെയ്താൽ നമുക്കറിയാം, ഒരു ഫാമിലിയിലെ പുരുഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള ആള് അല്ലെങ്കിൽ അച്ഛനായിട്ടുള്ള ആള് ഇങ്ങനെ മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കും. ഒരു 3 മീറ്റർ മുമ്പിലായിരിക്കും ഉണ്ടാവുക. ബാക്കിൽ ഒരു 3 മീറ്റർ ബാക്കിൽ ഒരു സാരി ഉടുത്തിട്ട് ഒരു സ്ത്രീ ഒരു കുട്ടീനെയും ചിലപ്പോ ഒക്കത്ത് വെച്ചിട്ടോ കൈ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ നടക്കും എന്നൊക്കെയാണ് ഒരു സംഭവം. അപ്പൊ അതേപോലെ ആവണമെന്നില്ലല്ലോ ഇപ്പൊ കുറെ കൂടി ചിലപ്പോ ഞാനൊക്കെ കാണുന്നത് കുറെ കൂടി ഇപ്പോ നമ്മള് കുട്ടിയെയൊക്കെ ആൾക്കാര് എന്താ പറയാ കുറച്ചുകൂടിയൊക്കെ, അത് എത്രത്തോളം എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പം ആണുങ്ങളുടെ ഇൻവോൾവ്മെന്റ് ചൈൽഡ് കെയറിലെങ്കിലും കുറെ കൂടി മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിലൊരു ചലഞ്ച് എന്താന്ന് പറഞ്ഞാൽ ഈ വർക്കിനും പോകണം ഫാമിലി റെസ്പോൺസിബിലിറ്റിയും ചെയ്യണം എന്നുള്ള ഒരു ഡ്യുവൽ ബേർഡൻ എപ്പോഴും കൂടുതലും വരിക സ്ത്രീകൾക്കാണ്. അതിന്റെ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നൊക്കെ ഉള്ളതാണ് വലിയൊരു പ്രശ്നം. ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കണം, വർക്കിന്റെ ഇത് നോക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ജെൻഡർ റോൾസിന്റെ കാര്യങ്ങൾ. അതുപോലെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇതൊക്കെ പറഞ്ഞാലും മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാലും ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഇപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റും ഇപ്പൊ ഇത് പറയുമ്പോഴും എംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ ഫീൽഡിലും എംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ എത്രത്തോളം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ അത്രത്തോളം ഗവൺമെന്റിൽ അത്രത്തോളം ഉണ്ടാവുമോ ചോദിച്ചാൽ ഡൗട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും. അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ഹറാസ്മെന്റ് അതും ഒരു വലിയൊരു പ്രശ്നമാണെന്നുള്ളതാണ്. ഇനി ഈ ജെൻഡർ റോൾസ് ഇങ്ങനെ മാറുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഇമ്പാക്ട് ഓരോ ഇൻഡിവിജ്വൽസിലും, ഓരോ കുടുംബത്തിലും, സമൂഹത്തിലൊക്കെ എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തി എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ്. നമുക്ക് കുറെ കൂടി പുതിയ ജോലികൾ കണ്ടുപിടിക്കാൻ, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു സാധ്യത വന്നു എന്നുള്ള. മറ്റേ നിങ്ങളൊരു കല്യാണം കഴിഞ്ഞു, നമ്മളിങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നു, കുട്ടിയെ നോക്കിക്കൊണ്ട് ഇരുന്നു അങ്ങനെ നമ്മുടെ ജീവിതം കഴിയുന്നു എന്നുള്ളൊരവസ്ഥ. അതേസമയം ഇന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു പുതിയൊരു ഹോബി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാനൊക്കെയുള്ള നമ്മൾ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് ഓരോ ആളുകൾക്കും. എംപവർമെന്റ് ആൻഡ് ഓട്ടോണമി സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ സ്വയം കരുത്തരാവുകയും നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു മതിപ്പ് വരികയും ഒക്കെ ചെയ്യും എന്നുള്ളത്. നമ്മളെപ്പറ്റിയുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടും. നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്കുള്ള ധാരണ മാറും എന്നുള്ളതാണ് ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ ഇതിലെ മാറ്റം. അതായത് ഷിഫ്റ്റിംഗ് ജെൻഡർ റോൾസ് ഓരോ വ്യക്തിയിലും എങ്ങനെ പ്രതിഫലിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ. ഇനി ഈ ഒരു ജെൻഡർ റോൾസിലുള്ള മാറ്റം എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പ്രതിഫലിക്കപ്പെടുന്നത് നോക്കിയാൽ ആ കുടുംബത്തിന്റെ പവർ റിലേഷനിലുള്ള മാറ്റം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുറെ കൂടി ഒരു സുതാര്യത, കുറെ കൂടി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റം ചിലപ്പോൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഉത്തരവാദിത്തങ്ങൾ കുറെ കൂടി ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത എന്നൊക്കെ ഉള്ളതാണ് ഫാമിലി ലെവലിൽ അതിലെ മാറ്റം. ഇനി ഒരു സമൂഹം എന്നുള്ള നിലയിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ കുറെ കൂടി ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. സമൂഹം ആ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ വിവേചനങ്ങൾ കുറെ കൂടി കുറയും, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സോഷ്യൽ നോംസിലും മാറ്റം വരും.
ഈ ആളുകളും കുടുംബവും ഒക്കെ മാറുന്നത് വഴി നമ്മളും സമൂഹം എന്നുള്ള നിലയിൽ, സമൂഹം എന്ന് പറയുന്ന ആരാ? ഈ ആളും കുടുംബവും ഒക്കെ ചേർന്നിട്ടാണല്ലോ. അപ്പൊ സമൂഹം നേരത്തെ കണ്ട തെറ്റൊന്നും ചിലപ്പോൾ പിന്നെ തെറ്റാവണമെന്നില്ല. നേരത്തെ ജോലി ഇല്ലാത്തതാണ് കുറ്റമെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ജോലി നേരത്തെ ജോലി ഉള്ളതാണ് പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ ജോലി ഇല്ലേ എന്നായിരിക്കും പ്രശ്നം. അപ്പൊ ആ നോംസ്, എക്സ്പെക്ടേഷൻസ് ഒക്കെ മാറും. നേരത്തെ ചിലപ്പോൾ വിചാരിക്കും ജോലി ഉള്ള സ്ത്രീയാണോ, അത് ശരിയാവില്ല, അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതേ മനുഷ്യൻ ചിലപ്പോ ഇന്ന് ജീവിക്കുകയാണെങ്കിൽ പറയും ജോലി ഇല്ലേ, അപ്പോ വേണ്ട, ജോലിയുള്ള ആളെയാണ് ഞാൻ നോക്കുന്നത്, കാരണം സാമ്പത്തിക ഭദ്രത ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറയാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മാറി മാറി വരാനുള്ള സമൂഹത്തിലുള്ള കൺസെപ്ഷൻസ് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി, ഇൻക്ലൂസിവിറ്റി, കുറെ കൂടി വ്യത്യസ്തതകളെ അംഗീകരിക്കാനും അതിനെയും കൂടി ഉൾച്ചേർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു സമൂഹത്തിനും കൂടി കിട്ടും എന്നുള്ളതാണ് ഷിഫ്റ്റിംഗ് ജെൻഡർ റോൾസിന്റെ ഇമ്പാക്ട്. പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് പോളിസീസ് ഒരുപാടുണ്ട്. അത് നമ്മുടെ നമ്മുടെ ഭരണഘടനാപരമായിട്ട് തന്നെ പല അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ലെ, 14, 15, 16, 17, 18 അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ നമ്മൾ തുല്യരാണ് എന്നുള്ളതാണ്. നിയമത്തിന് മുന്നിൽ നമ്മൾ തുല്യരാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നിങ്ങളെ ജെൻഡറിന്റെ പേരിലോ, നിങ്ങൾ ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ, നിങ്ങൾ ജനിച്ച ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻസിന് നിങ്ങൾ അത് പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 16 അവസരത്തിനുള്ള തുല്യത, എല്ലാവർക്കും ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ നിയമപരമായ ചില എന്താ പറയാ പ്രൊവിഷൻസ് ആണ്. ഇനി അതായത് ഭരണഘടനാപരമായ പ്രൊവിഷൻസ് ആണ്. ഇനി നിയമപരമായിട്ട് പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം സ്ത്രീകൾക്കും കൂടി സ്വത്തിലുള്ള അവകാശം, സ്വത്തവകാശം ഉണ്ട് എന്നുള്ള നിയമമുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ഇന്നൊരു കുറ്റമാണ്. അതിന് ശിക്ഷ കിട്ടാനുള്ള, അതിന്റെ പെർപെട്രേറ്റർക്ക് ശിക്ഷ കിട്ടാനുള്ള പ്രൊവിഷൻസ് ഇന്ന് ഉണ്ട്. അതുപോലെ സ്കീമുകളായിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീം, അതുപോലെ സുകന്യ സമൃദ്ധി യോജന, അങ്ങനെ ഒരുപാട് സ്കീമുകളും ഒക്കെയും നമ്മൾ ഈ ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ജെൻഡർ റോൾസിനെ ഇങ്ങനെ മാറ്റാൻ കാരണം, അല്ലെങ്കിൽ ജെൻഡർ റോൾസ് ഇങ്ങനെ മാറി മാറി വരാൻ നമ്മൾ ഓൾറെഡി നോക്കി, അർബനൈസേഷനും കാര്യങ്ങളൊക്കെ നോക്കി. ഇതിന് കുറച്ചുകൂടി അതിന് നോക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് എന്തായിരിക്കും, ഒരു എക്കണോമിക് എംപവർമെന്റ് ആണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതായത് സ്ത്രീകൾക്ക് കുറെ കൂടി ജോലി കിട്ടാനും ശമ്പളം കിട്ടാനും അവർ എഡ്യൂക്കേഷൻ കിട്ടാനും ഒക്കെ തുടങ്ങുമ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങുക. സോ എക്കണോമിക് എംപവർമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അനദർ ഈസ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഉള്ള ആക്ടിവിസം, അവിടെ കുറെ കൂടി നല്ല രീതിയിലുള്ള ഇടപെടലൊക്കെ വരികയാണെങ്കിൽ ഈ പറയുന്ന തെറ്റാണ്, നിങ്ങളൊരു മിസോജിനിസ്റ്റ് ആണ് എന്നൊക്കെ ആളുകളെ തിരുത്തിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് സോഷ്യൽ മീഡിയ വഴി ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടി സമൂഹം മാറും, ജെൻഡർ റോൾസ് മാറും. ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്, പലതരം ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്, ആ മൂവ്മെന്റ്സ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, അവരുയർത്തുന്ന ആശയങ്ങളൊക്കെ തന്നെയും കുറെ കൂടി ജെൻഡർ ഈക്വാലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളിന്ന് BTS, കൊറിയയിലുള്ള ബാൻഡായിട്ടുള്ള BTS അറിയും, അമേരിക്കയിലുള്ള ഫുഡും അറിയാം അല്ലെ, ചൈനയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പൊ പല ആ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾ, അവിടെയുള്ള ആളുകളുടെ ഇന്ററാക്ഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഡാറ്റ, നമുക്ക് പഴയ പോലെ അല്ല, ഒരുപാട് സമൂഹങ്ങളെ നമ്മൾ ഒരു കാലത്തും ചിലപ്പോൾ കാണാൻ പോലും സാധ്യതയില്ലാത്ത മനുഷ്യന്മാർ എന്ത് കഴിക്കുന്നു എന്ന് വരെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, അപ്പൊ അവിടെ അങ്ങനെയല്ലേ, പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് ട്രഡീഷണൽ ജെൻഡർ നോംസിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം കൂടി നമുക്ക് ഇതിലൂടെ ഗ്ലോബലൈസേഷൻ വഴി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ ജെൻഡർ റോൾസിൽ ഇത് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് പല രീതിയിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അധികം പോണ്ട. വുമൻസ് റോൾ എന്തൊക്കെയാ മാറ്റം വരുന്നത് നമ്മൾ പറഞ്ഞു. വർക്ക് ഫോഴ്സിൽ ആളുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. എഡ്യൂക്കേഷനും എക്കണോമിക് ഡെവലപ്മെന്റും എംപവർമെന്റ് ഒക്കെ കൂടുന്നുണ്ട്. ഫാമിലിയുടെ ഉള്ളിൽ അവരുടെ റോളുകൾ മാറി വരുന്നുണ്ട്. അതുപോലെ ആണുങ്ങളുടെ കാര്യം എടുത്താൽ ചൈൽഡ് കെയറും അതുപോലെ വീട്ടിന്റെ ഉള്ളിലത്തെ പണികളൊക്കെ കുറെ കൂടി ചെയ്യാനുള്ള ഒരു സാധ്യത തുറന്നു വരുന്നുണ്ട്. അതുപോലെ മാസ്കുലിനിറ്റിയിൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച മാസ്കുലിനിറ്റി ആയിരിക്കില്ല ഇന്ന് നമ്മൾ വിചാരിക്കുന്നത്. പണ്ട് ഇങ്ങനെ മീശ വിരിച്ച് രണ്ടാൾക്കാരെ പോയി അടിക്കണം എന്നായിരിക്കും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ന് ചിലപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ കുറെ കൂടി എന്താ പറയാ, കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഉള്ള പോലെ സൗബിൻ ഷാഹിറയിൽ കരയുന്ന സീനൊക്കെ ഇല്ലേ,
അതൊക്കെയാണ് ആ ചേഞ്ചിങ് എക്സ്പെക്ടേഷൻ ആണത്. അതായത് ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അയാളെ ചേർത്ത് പിടിച്ച് കരയുക എന്നുള്ളത് ഒരു 20 വർഷം മുമ്പുള്ള സിനിമയിലോ സമൂഹത്തിലോ ഒരു ആണ് ചെയ്താൽ അത് അത്ര ഒരു അംഗീകരിക്കപ്പെടുന്ന സാധനമായിരിക്കില്ല. പക്ഷെ ഇന്ന് ഓക്കെ, ആണുങ്ങളായാലും മനുഷ്യന്മാരാണ്, അവർക്കായാലും കരച്ചിൽ വരും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ആണുങ്ങളും ഒരേപോലെ എല്ലാവരെയും തെറി വിളിച്ചും അടിച്ചും മീശ വിരിച്ചും നടക്കണം എന്നില്ല എന്നുള്ള ആ എക്സ്പെക്ടേഷനിലുള്ള മാറ്റം, അതാണ് ഇവിടെ ആണുങ്ങളിലുള്ള മാറ്റങ്ങൾ. അങ്ങനെ പിന്നെ ചിലപ്പോ ജോലി ഇല്ലാത്ത ആണുങ്ങൾ വീട്ടിലിരിക്കുന്ന, അത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലൊക്കെ എത്രത്തോളം അംഗീകരിക്കപ്പെടുന്ന അറിയില്ല. പക്ഷെ എന്തായാലും ചില സമൂഹങ്ങളിലെങ്കിലും സ്ത്രീകൾ ജോലിക്ക് പോയും ആണുങ്ങൾ വീട്ടിലിരിക്കുക എന്നുള്ള സംഗതികളും ഓക്കെയാണ്. അതും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ചില സ്ഥലത്തെങ്കിലും. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറയുമ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താ, ആണ് പെണ്ണ് എന്നുള്ള രണ്ട് ബൈനറിയിലാണ് നിന്നത്. എന്നാൽ അത് മാത്രമാണോ ജെൻഡർ ആയിട്ടുള്ളത്? അല്ല, ഇതര ലിംഗങ്ങൾ, വേറെയും ജെൻഡർ വേറെയും എക്സ്പ്രഷൻസ് ഉണ്ട്. നോൺ ബൈനറി ആയിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ, അപ്പൊ പല തരത്തിലാണ് ഇതുള്ളത്. അപ്പൊ ഇതൊരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലാവുകയും അവർക്കൊക്കെയും വോയിസ് വരികയും ഞങ്ങളും കൂടി മനുഷ്യരാണ്, നിങ്ങൾ ഇത്രയും കാലം സമൂഹത്തിന്റെ അരികിലേക്ക് മാറ്റി നിർത്തിയ ആളുകൾ, ലൈംഗിക തൊഴിലാളികളായിട്ടും അല്ലെങ്കിൽ പിച്ചക്കാരായിട്ടും മാത്രം സമൂഹത്തിൽ നിലനിന്ന ആളുകൾ അങ്ങനെയല്ല, അവരും നമ്മളെപ്പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെ തന്നെ എന്താ പറയാ വികാരവും വിശ്വാസവും ഭക്ഷണ കൊതിയും ഒക്കെ ഉള്ള ആളുകളാണെന്ന് മനസ്സിലാക്കി അവർക്കും വോയിസ് ഉണ്ട് എന്നും അവരും നമ്മളെപ്പോലെ തന്നെ ഒരേപോലെയുള്ള ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ള അംഗീകാരം അവർക്കും കൂടി കിട്ടുന്ന ഒരു കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജെൻഡർ റോൾസിനെ പറ്റി നമ്മൾ സാമ്പ്രദായികമായി പിന്തുടർന്ന ബൈനറി ജെൻഡർ നോഷൻസ് ഒക്കെ മാറ്റി വെക്കപ്പെടേണ്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വിമൻസ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്വാഭാവികമായിട്ടും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ കൺട്രികളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സമൂഹങ്ങളിലും ഒരേ തോതിലായിരിക്കില്ല, അതിന്റെ ഇന്റൻസിറ്റി വേറെ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ സെക്ടർ വൈസും ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോ പല സെക്ടറുകളിലും ഇപ്പോ ഈ ഫാക്ടറികളിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ഫാക്ടറികളിൽ എത്ര സ്ത്രീകൾ പണിയെടുക്കേണ്ടത് ചോദിച്ചാൽ ഒരു 5% പോലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ സെക്ടർ വൈസ് അതിൽ മാറ്റമുണ്ട്. അതേസമയം ചിലപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ ഒരുപാട് പേരുണ്ടാവും, നഴ്സിംഗ് ഫീൽഡിൽ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ രീതിയിൽ സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ മേ വേരി എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഉള്ളത്, അത് പിന്നെ ഡിസ്കസ് ചെയ്യേണ്ടതില്ല. പിന്നെ ഇങ്ങനെ വർക്ക് ഫോഴ്സിൽ ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ, അതായത് നമ്മൾ സ്ത്രീകളുടെ ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ വരുമ്പോഴുള്ള ഗുണങ്ങൾ എന്താ? സ്വാഭാവികമായിട്ടും എക്കണോമിക് ഗ്രോത്ത് കൂടും. ഒരു വീട്ടിൽ 2 ആളുകൾ സമ്പാദിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ വീടിനെ സംബന്ധിച്ച്, ആ വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ സാമ്പത്തിക ഭദ്രതയാണല്ലോ. ആ വീടിന് മാത്രമല്ല, അത് അത്രയും സമ്പത്ത് വരുന്ന സമയത്ത് അവർ കൂടുതൽ ചെലവഴിക്കും. അപ്പൊ അവർ കടയിൽ കൂടുതൽ പൈസ കൊടുക്കുക, ആ കടയിലുള്ള ആൾക്ക് കൂടുതൽ പൈസ കിട്ടുക, ആ കടയിൽ ഇത് ഉണ്ടാക്കിയ ആൾക്ക് പൈസ, അങ്ങനെ ഈ മണി എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്യപ്പെടും സമൂഹത്തിൽ. കൂടുതൽ അഭിവൃദ്ധിയുള്ള സമൂഹമായിട്ട് മാറാൻ സാധ്യതയുണ്ട്, പോവർട്ടി കുറയാൻ സാധ്യതയുണ്ട്, കൂടുതൽ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എംപവർമെന്റും ഓട്ടോണമിയും കുറെ കൂടി വരും എന്നുള്ളതാണ് അതിന്റെ ഗുണങ്ങൾ. പക്ഷെ എന്തൊക്കെയാണ് ചാലഞ്ചസ്? ഒരുപാട് ചാലഞ്ച് ഉണ്ട്. ഒന്ന് അൺകോൺഷ്യസ് ബയാസ്. കാരണം ഈ ജെൻഡർ പരമായിട്ടുള്ള ഈ വ്യത്യസ്തതയും ഈ എന്താ പറയാ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ തന്നെയും നമ്മള് വളരെ ഡീപ്ലി ഇൻഗ്രെയിൻഡ് ആണ്, അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയാണ് നമ്മളും സോഷ്യലൈസ് ചെയ്യപ്പെട്ട് വന്നത്. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേ രീതിയിലാണ് ചെറുപ്പത്തിലേ ഇങ്ങനെ കുറെ സ്റ്റീരിയോ ടൈപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ അത് ഇപ്പോഴും ഉണ്ടാവും, അൺകോൺഷ്യസ് ആയിട്ടെങ്കിലും എല്ലാവർക്കും അത് കുറച്ചൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ വേറൊരു കുഴപ്പം. അപ്പൊ അതിനെയും കൂടി നമ്മൾ തരണം ചെയ്യേണ്ടി വരും. പിന്നെ സെക്സിസം ആൻഡ് ഹരാസ്മെന്റ്, നിങ്ങളൊരു സ്ത്രീ അല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ രീതിയിലുള്ള സെക്സിസ്റ്റ് ആയിട്ടുള്ള കമന്റുകൾ ചിലപ്പോൾ ആളുകൾ പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഹറാസ്മെന്റ് വർക്ക് പ്ലേസിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ എപ്പോഴും റെപ്രസെന്റേഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഇതൊക്കെ ജോലിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും ലീഡർഷിപ്പ് പൊസിഷൻ ചിലപ്പോൾ സ്ത്രീകൾക്ക് കിട്ടണമെന്നില്ല. കാരണം അവിടെയൊക്കെ ഈ അൺകോൺഷ്യസ് ബയാസ്, ജെൻഡർ ഹൈറാർക്കി,
ഒക്കെ വർക്ക് ചെയ്യും. അതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടത്ര അവര് പെർഫോമൻസിനനുസരിച്ചിട്ടുള്ള അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതിരിക്കും. പേ ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്തും. സ്ത്രീകളുടെ സാലറി ആണുങ്ങളെക്കാളും കുറവായിട്ട് വരുന്ന പല ജോലികളുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ പ്രശ്നമാണ്. പിന്നെ വേറൊരു കുഴപ്പം, ഇപ്പോഴും നമ്മൾ ഈ ജെൻഡർ റോൾസ് മുഴുവനായിട്ട് മാറാത്തത് കൊണ്ട് തന്നെ സ്ത്രീകളിൽ നിന്നുമാണ് ഈ കെയർ ഗിവിംഗ് ഒക്കെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുക. അവരത് ചെയ്തില്ലെങ്കിലാണ് അതൊരു കുറ്റമായിട്ട് പറയുക. ആണുങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ കുറ്റമായി പറയണമെന്നില്ല. അതേസമയം ആണുങ്ങൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അവര് ഭയങ്കര നല്ല മനുഷ്യന്മാരായിട്ട് അവരെ കാണാനും സാധ്യതയുണ്ട്. അതേസമയം സ്ത്രീകൾ അത് ചെയ്യുകയാണെങ്കിൽ അവരത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് മാത്രമായിട്ട് ആൾക്കാർ എടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ തന്നെയും വേറൊരു പ്രശ്നമാണ്. പിന്നെ സപ്പോർട്ടീവ് പോളിസീസ് വേണ്ട പോലെ ഉണ്ടാവണമെന്നില്ല. എന്താ പറയാ, മെറ്റേണിറ്റി ലീവ് വേണ്ടത്ര കിട്ടണമെന്നില്ല. ചൈൽഡ് കെയർ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈ വർക്കും ഫാമിലി റെസ്പോൺസിബിലിറ്റിയും കൂടി ജഗിൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ചാലഞ്ചസ്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇതിന്റെ അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പാരന്റൽ റെസ്പോൺസിബിലിറ്റികളിൽ ഉണ്ടാവുന്ന മാറ്റം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോർ ഫാദേഴ്സ് ആർ ടേക്കിംഗ് ഓൺ കെയർ ഗിവിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതുപോലെ മോർ മദേഴ്സ് ആർ ടേക്കിംഗ് ബ്രെഡ് വിന്നിങ് റെസ്പോൺസിബിലിറ്റീസ്. കൂടുതൽ അമ്മമാർ ബ്രെഡ് വിന്നിങ് ആയിട്ടുള്ള ജോലി തേടി പോകുന്ന ഒരു അവസരം ഉണ്ടാവുകയും കൂടുതൽ അച്ഛന്മാർ കുട്ടികളെ നോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും അങ്ങനെ ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രെൻഡ്. അതുപോലെ ഫാമിലി എന്നുള്ള സ്ട്രക്ചർ തന്നെ മാറി വരുന്നു. നമ്മളൊരു അച്ഛൻ, അമ്മ, മക്കൾ എന്നുള്ള സംഗതി തന്നെ ആവണമെന്നില്ല. സിംഗിൾ പാരന്റ്ഹുഡ് കൂടി വരുന്നു, അല്ലെങ്കിൽ ബ്ലെൻഡഡ് ഫാമിലികൾ ഉണ്ടാവുന്നു, LGBTQs ഉള്ള ഫാമിലികൾ, അപ്പോൾ ഗേ കപ്പിൾസ്, ലെസ്ബിയൻ കപ്പിൾസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടി ജീവിക്കുന്ന രീതിയിൽ. അപ്പോൾ എപ്പോഴും ഒരു സ്ത്രീയും പുരുഷനും തന്നെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ഇല്ലാത്ത അവസ്ഥകൾ അങ്ങനെയൊക്കെ വരുന്നു. അതുപോലെ വർക്ക് ലൈഫ് ബാലൻസിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ വേറൊരു കാര്യം, ഏജിങ് പോപ്പുലേഷൻ. അതായത് നമ്മൾ കൂടുതൽ നല്ല സൊസൈറ്റിയിൽ ആരോഗ്യപരമായിട്ടൊക്കെ നമ്മൾ കുറെ കൂടി സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു സമൂഹമാണല്ലോ ഇപ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മരണനിരക്ക് കുറയും. അപ്പോൾ ആളുകൾ വയസ്സാകുമ്പോഴും പെട്ടെന്ന് മരിക്കണം എന്നില്ല. അപ്പോൾ വയസ്സായ എന്താ പറയുക, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും, ആരോഗ്യമുള്ള ആളുകളായിരിക്കും. അപ്പൊ അവരും കെയർ ഗിവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി വരും. അവര് ഇപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോവാം, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കുട്ടീനെ നോക്കിക്കോളും എന്നൊക്കെയുള്ള സ്ഥിതികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയും വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മദേഴ്സിന്റെ എവോൾവിംഗ് റോൾ എന്താണെന്ന് നമുക്കറിയാം. ബ്രെഡ് വിന്നേഴ്സ് കൂടുതലായി വരുന്നു കെയർ ഗിവിംഗിലേക്ക്. ഇപ്പോൾ മദേഴ്സ് തന്നെയാണ് ഇപ്പോഴും കെയർ ഗിവേഴ്സ് ആണ്, അവർ തന്നെയാണ് പ്രൈമറി കെയർ ഗിവേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ എന്നാലും ഫാദേഴ്സിനും കൂടി ആ ഒരു റോളിലേക്ക് കുറച്ച് വരുന്നുണ്ട്. അതുപോലെ മദേഴ്സ് കുറെ കൂടി പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾ സംരംഭകത്വം ഉണ്ടായി വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് മാറ്റം. ഫാദേഴ്സിന്റെ കാര്യത്തിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കുറെ കൂടി നല്ലതാണ്. കാരണം കുറെ കൂടി പാരന്റിങ്ങിൽ അച്ഛനും അമ്മയും കുറെ കൂടി മോർ ഓർ ലെസ് ഈക്വലായിട്ട് ഇടപഴകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് കുറെ കൂടി എമോഷണൽ വെൽബീങ് ഒക്കെ കുറെ കൂടി നല്ലതായിരിക്കും. കൂടുതൽ അറ്റൻഷൻ കിട്ടും, കൂടുതൽ സ്നേഹം കിട്ടും, കൂടുതൽ കരുതൽ, കൂടുതൽ ശ്രദ്ധയൊക്കെ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധി വളർച്ച, എമോഷണൽ ഇന്റലിജൻസ് ഒക്കെ കുറച്ചുകൂടി നന്നാവും. പിന്നെ കുറെ കൂടി നമുക്ക് കാര്യങ്ങൾ ഡ്യൂട്ടിയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഇത് നീ ചെയ്ത് ഞാൻ ചെയ്യാന്നൊക്കെയുള്ള രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഡിവിഷൻ. അപ്പൊ ഫ്ലെക്സിബിലിറ്റി വരും. പിന്നെ അങ്ങനെ ഒരു ഫാമിലിയിൽ വരുന്ന കുട്ടികൾക്കും എന്താ പറയാ, ഈ നീറ്റ്ലി ഡിവൈഡഡ് ആയിട്ടുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അവർക്കും എക്സ്പെക്ടേഷൻസ് മാറി മാറി വരും. അതൊക്കെയാണ് ഗുണം. ഇനി മോഡേൺ ഫാമിലി ട്രെൻഡുകൾ നമുക്ക് നോക്കാം. മോഡേൺ ഫാമിലി ട്രെൻഡ് എന്ന് പറയുന്നത് ചില മാറ്റങ്ങൾ ഫാമിലി എന്നുള്ള തരത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ മോഡേൺ ഫാമിലി ട്രെൻഡ്? ഒന്ന്, ന്യൂക്ലിയർ ഫാമിലികൾ കൂടി വരുന്നു. അത് കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അർബനൈസേഷൻ വരുമ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയർ ഫാമിലി കൂടി വരും. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മളെ സമൂഹം കുറെയൊക്കെ ന്യൂക്ലിയർ ഫാമിലികളായിട്ടാണ് ജീവിക്കുന്നത്. 2 പാരന്റ്സും അവരുടെ കുട്ടികളും എന്നുള്ളതാണ് ഒരു സാധാരണ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങൾ എന്താണ്? അർബനൈസേഷൻ, അതുപോലെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് സ്വന്തം ഗ്രാമങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്, കൂടുതൽ വിദ്യാഭ്യാസവും കരിയറും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ഒക്കെ, അതുപോലെ സമൂഹത്തിലുണ്ടാവുന്ന നമ്മുടെ വാല്യൂ സിസ്റ്റത്തിലുള്ള മാറ്റങ്ങളൊക്കെ ന്യൂക്ലിയർ ഫാമിലികൾ കൂടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ സവിശേഷതകൾ? ചെറിയ ഫാമിലി സൈസ്, സ്മോളർ ഫാമിലി സൈസ്, ഇൻഡിവിജ്വലിസത്തിന്, വ്യക്തി എന്നുള്ള നിലയിൽ കൂടുതൽ വ്യക്തി എന്നുള്ള ഒരു ഐഡന്റിറ്റി കുറെ കൂടി പ്രാധാന്യം വരുന്നു എന്നുള്ളത്,
അതുപോലെ ഫാമിലി മെമ്പേഴ്സിന് കുറെ കൂടി ഒരു ഓട്ടോണമി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാമിലി വർക്ക് ചെയ്ത ഡൈനാമിക്സും ബന്ധങ്ങൾ തമ്മിലുള്ള രീതികളൊക്കെ ഒന്ന് മാറി മാറി വരും എന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം. പക്ഷെ ന്യൂക്ലിയർ ഫാമിലി വരുമ്പോൾ ചെറിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ചില സമയത്ത് ഒറ്റപ്പെടലും ബാക്കിയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ കൂടി വരാനും സാധ്യത ഉണ്ട്. പക്ഷെ റൈസ് ഇൻ ന്യൂക്ലിയർ ഫാമിലീസ് ഈസ് എ മോഡേൺ ട്രെൻഡ് ഇൻ ഫാമിലി, ഒരു ട്രെൻഡാണിത്. രണ്ടാമത്തെ ട്രെൻഡ് ഡിലേഡ് മാരേജ്. മാരേജ് പഴയ പോലെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കണമെന്നില്ല. കാരണം എന്താ, ആളുകൾ പഠിക്കും, ജോലി കിട്ടും, ജോലി കിട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ നോക്കും, കുറെ കൂടി ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കണം ചിലപ്പോൾ തോന്നും, കുറെ കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നൊക്കെ നമ്മൾ ആൾക്കാർ തീരുമാനിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ മാരേജ് കുറച്ചുകൂടി പഴയ പോലെ ചിലപ്പോൾ ചെറുപ്പത്തിലേ കല്യാണം കഴിക്കണം എന്നില്ല. നമുക്കും ജോലിയായി നമ്മൾ ഇത്ര സമ്പാദിച്ച് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ആളുകൾ തീരുമാനിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണത്തിന്റെ ഏജ് ഒക്കെ കുറച്ച് മാറി മാറി കുറച്ചുകൂടി ഡിലേ ആയിട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റിന് കുറെ കൂടി നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു വ്യക്തിത്വ വികാസം, നമ്മുടെ കരിയർ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് മതി നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്നുള്ളൊരു തീരുമാനം വരുമ്പോഴാണ് കല്യാണമൊക്കെ കുറച്ച് ഡിലേ ആയി പോവുക. അതുപോലെ ഹയർ ഡിവോഴ്സ് റേറ്റ്, ഡിവോഴ്സും കൂടി വരും. കാരണം എന്താ, ആളുകളൊക്കെ ഓട്ടോണമസ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, സ്വയം ചിന്തിക്കാനും പൈസ ഉണ്ടാക്കാനും ജീവിക്കാനൊക്കെ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം ചിലപ്പോൾ സഹിക്കണം എന്നില്ല. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊന്നും നമ്മുടെ രീതിയിലല്ല പോകുന്നതെങ്കിൽ, നമുക്ക് ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് ഉപേക്ഷിക്കാം എന്ന് ചിലപ്പോൾ തീരുമാനിക്കുന്ന ഒരു ഘട്ടമൊക്കെ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിവോഴ്സിന്റെ എണ്ണവും ചിലപ്പോൾ കൂടി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ വേറൊരു സാധനം. ഓക്കെ, പിന്നെ അതിന്റെ കോസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇംപ്ലിക്കേഷൻ ഇതൊക്കെ നമ്മൾ എപ്പോഴും മോർ ഓർ ലെസ് സെയിം തന്നെയാണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന, അതൊന്നും നമ്മൾ അങ്ങനെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പരസ്പര ബന്ധിതമാണ് ഇന്നത്തെ എല്ലാ ടോപ്പിക്കും എന്നുള്ളത്. അതുപോലെ മോഡേൺ ഫാമിലിയുടെ വേറൊരു മോഡേൺ ട്രെൻഡാണ്, ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സിംഗിൾ പാരന്റ് ഹൗസ് ഹോൾഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സിംഗിൾ പാരന്റ്സ് വളർത്തുന്ന ആളുകൾ ഉണ്ടാവും. അതും ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ടൊരു പരിണാമമാണ് എന്നുള്ളതാണ്. അതുപോലെ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന് ഡിവോഴ്സ് റേറ്റ് കൂടുന്നു, അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള പാരന്റ്ഹുഡ് വരും. കല്യാണം കഴിക്കാണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുകയും അവരെ വളർത്തുന്ന ഒരു സംഗതിയൊക്കെ വരാം. അതിലൊരാൾ ചിലപ്പോൾ പോവാൻ സാധ്യത, അല്ലെ മരണപ്പെടാൻ സാധ്യത, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അത് വരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സിംഗിൾ പാരന്റ് ആകുമ്പോൾ ആ ഒരു പാരന്റിന് ഉത്തരവാദിത്തം കൂടി വരും. പിന്നെ ഫാമിലി ഡൈനാമിക്സിൽ മാറ്റങ്ങൾ വരും. അങ്ങനെയുള്ള ചില മാറ്റങ്ങളും ചില കാര്യങ്ങളും കൂടി അതിൻ്റെ ഒപ്പം വരും എന്നുള്ളതാണ് സിംഗിൾ പാരന്റ് ഹൗസ് ഹോൾഡിന്റെ വേറൊരു സംഗതി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ കുറച്ച് ആളുകളെ വിളിച്ചിട്ട്, ഒരു 10-12 ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അങ്ങനെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. ആ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്നു. ആ നോട്ട് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും നമ്മളൊരു ഒരു അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ് കണ്ടുപിടിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. ഒരു ഫോക്കസ് ഗ്രൂപ്പാണ്, ഒരു 10-12 പേരാണ്. പേരറിയാത്ത ഏതൊക്കെയോ അജ്ഞാതമായ 100-150 ആയിട്ടുള്ള ഒരു ക്രൗഡല്ല. നിങ്ങൾക്ക് വേണ്ട, ഈ റിസർച്ചിന് വേണ്ടി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത 10-12 പേരുമായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു ഫോക്കസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, ഫോക്കസ് ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? ഈ 10-12 പേരുമായിട്ട് കുറെ നേരം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അതൊക്കെ നോട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം? വളരെ ആഴത്തിലുള്ള ഇൻസൈറ്റ്സ് കിട്ടും. കാരണം കുറെ നേരം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട് കുറച്ച് പേരുമായിട്ട്. അപ്പൊ ഓരോ ആൾക്കാർക്കും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാനും മറ്റേ ആൾക്ക് അതിന് എതിരഭിപ്രായം പറയാനും ഇത് തമ്മിലൊരു നെഗോഷിയേഷൻ നടത്താനൊക്കെ സമയം കിട്ടും. അപ്പൊ ഇൻഡെപ്ത് ഇൻസൈറ്റ്സ് കിട്ടും. പിന്നെ പല കോംപ്ലക്സ് ഇഷ്യൂസിനും നിങ്ങൾക്ക് സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. കാരണം പല രീതിയിലുള്ള ആളുകൾ, പല വിവരങ്ങളുള്ള, പല നോളേജ് ബേസ് ഉള്ള ആളുകളായിരിക്കും. അവരൊക്കെ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴായിരിക്കും കോംപ്ലക്സ് ഇഷ്യൂ ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ മഴ, ഇപ്പൊ കേരളത്തിൽ മഴ കൂടി വരുന്നു, കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് മഴ പെയ്യുന്നു. അതൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണല്ലോ, അതൊരു ആഗോള പ്രതിഭാസമാണല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് കേരളത്തിലും ചൈനയിലും ഇന്തോനേഷ്യയിലും ദുബായിലും എല്ലായിടെയും നടക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് സമയത്തിനുള്ളിലുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള റെയിൻ. അപ്പൊ അത് സോൾവ് ചെയ്യണമെങ്കിൽ, ആ പ്രശ്നത്തിന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പലരെയും ഇരുത്തേണ്ടി വരും. രക്ഷാപ്രവർത്തകരെയും പോലീസിനെയും
പൊളിറ്റിക്കൽ ആക്ടേഴ്സിനെയും സയന്റിസ്റ്റുകളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം അത് ചർച്ച ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലക്സ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ചില പാറ്റേൺസും ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചില പാറ്റേൺസ്, ചില തീംസ്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. എങ്ങനെ ചെയ്യണം, ആളുകൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആളുകളിലേക്ക് ഇത് എങ്ങനെ എത്തിക്കണം എന്നുള്ളതും, അതുപോലെ പോളിസി ഡെവലപ്മെന്റ് ചെയ്യാനൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുക? ഒരു മോഡറേറ്റർ ഉണ്ടാവും, അയാളായിരിക്കും ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. അയാൾ വന്നിട്ട് പറയും ഇങ്ങനെ നിങ്ങളൊക്കെയാണ്, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം, ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശ്രീകണ്ഠൻ നായർ 24 ചാനലിലുള്ള ശ്രീകണ്ഠൻ നായരുടെ ഒരു പരിപാടി, നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ചാടി നടക്കുന്ന ഒരു പരിപാടിയില്ലേ, അതിലിങ്ങനെ മൈക്ക് കൊണ്ട് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഓരോന്ന് ചോദിക്കില്ലേ, അതൊരു തരം ഫോക്കസ് ഗ്രൂപ്പാണ്. അതിൽ ഒരുപാട് 10-30 പേരുണ്ടാവും അതിൽ. പക്ഷെ എന്നാലും അതിന് നമുക്കൊരു ഏകദേശം ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെന്ന് പറയാം. കാരണം അവിടെ ഒരുപാട് ആളുകൾ അവരവരുടെ ഡൈവേഴ്സ് ഒപ്പീനിയൻ, ആശയങ്ങളൊക്കെ പരസ്പരം കൈമാറി അവസാനം ഒരു കൺക്ലൂഷൻ അയാൾ പറയും അങ്ങനെ. പക്ഷെ അത് ആ പ്രോഗ്രാം ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെന്ന് മൊത്തമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഏകദേശം ആ സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുക. ഒരു മോഡറേറ്റർ ഉണ്ട്, പാർട്ടിസിപ്പൻസ് ഉണ്ടാവും, 6 മുതൽ 12 വരെ ഒരു ആൾക്കാർ. ഇതൊക്കെ ഒരു റഫ് സംഖ്യ കേട്ടോ, അങ്ങനെ 6 എന്ന് തന്നെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അതിപ്പോ 5 പേരായാലും 15 പേരായാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു കുറച്ച് പേര് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ആൾക്കാർ, അവർക്ക് എക്സ്പീരിയൻസ്, ആ ഒരു ഫീൽഡായിട്ട് കുറച്ച് എക്സ്പീരിയൻസ്, പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ന്യൂട്രൽ ലൊക്കേഷനിൽ ഇരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്താണ് പരിപാടി. അപ്പൊ ഇതിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആള് കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം, ഇന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, നമ്മൾ ഇന്ന് ഇതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരാൾക്ക് 2 മിനിറ്റ് ആയിരിക്കും കിട്ടുക, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മറ്റേ ആൾ പറയാൻ പാടുള്ളൂ, ഒരാൾ പറയുമ്പോൾ ഇടയിൽ കയറി പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയും. പിന്നെ ഇവരൊക്കെ തമ്മിലൊന്ന് പരിചയപ്പെടാൻ ഒരു വാമപ്പ്, നിങ്ങൾ ആരാണെന്ന് പറയൂ, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അപ്പൊ പരസ്പരം ഒന്ന് ഒരു സെറ്റായി, അവര് തമ്മിലൊരു എന്താ പറയാ, ഒരു ബോണ്ടിങ് വന്നു. ഇനി അങ്ങോട്ട് മോഡറേറ്റർ എന്ത് ചെയ്യും, ഇതാണ് ടോപ്പിക്, ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങും. അങ്ങനെ തുടങ്ങി അവസാനം സമ്മറൈസ് ചെയ്ത് പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മളത് കൃത്യമായിട്ട് അത് കോഡ് ചെയ്ത് ഇന്ന കാര്യങ്ങളാണ് വന്നത്, ഇന്ന പോയിന്റ്സ് ഉണ്ട്, അത് ഇന്ന ക്ലാസിഫിക്കേഷൻ, ഇന്ന ഇതിലേക്ക് കോളംസിൽ ഇടാം എന്നൊക്കെ മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് പരിപാടി. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ, വളരെ ആഴത്തിലുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ അവിടുന്ന് കിട്ടും. അതുപോലെ പല തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ്, ഒരു സയന്റിസ്റ്റിന്റെ അഭിപ്രായം ആയിരിക്കില്ല ഒരു പൊളിറ്റീഷ്യന്റെ അഭിപ്രായം ആയിരിക്കില്ല ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ. അപ്പൊ അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, കുറെ കൂടി പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇവരെയൊക്കെ ഒറ്റ സ്ഥലത്ത് വിളിച്ചിരുത്തി ചർച്ച ചെയ്യാണല്ലോ, ഇതിനുവേണ്ടി ഒരുപാട് പരിപാടികൾ നടത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ചലഞ്ച് എന്താണ്, ഈ നടത്തുന്ന ആളുടെ ബയാസ് ചിലപ്പോൾ വർക്ക് ചെയ്യും. അയാൾക്ക് ഏതെങ്കിലും ഒരു അഭിപ്രായത്തോട് മുൻവിധി ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയാൾ ശ്രമിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക്, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് സമയം കൂടുതൽ കൊടുക്കും, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം പറയുന്ന ആൾക്ക് വളരെ കുറച്ച് സമയം കൊടുക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അവിടെയുള്ള ആളുകൾ തമ്മിൽ ഒരു മര്യാദയ്ക്ക് ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മൊത്തം അടിയായിട്ട് പോവാം. ഡാറ്റ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതിൽ എങ്ങനെ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇതിന് കൃത്യമായിട്ടൊരു ഏകീകൃതമായിട്ടുള്ള ഒരു റേഷണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉരുത്തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊരു പ്രശ്നമാണ്. പിന്നെ ഇത് എത്രത്തോളം ജനറലൈസബിൾ ആക്കാൻ വേണ്ടി പറ്റും, ഇത് നമുക്ക് എന്താ പറയാ, എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആണോ, ഇതൊരു 10-12 പേരുടെ മാത്രം അഭിപ്രായം അല്ലേ, അപ്പൊ അത് എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് വന്നാൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ ചലഞ്ചും ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇനി നമ്മൾ അവസാനത്തെ ഒരു 2 ടോപ്പിക്കും കൂടി ഉണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റും കൂടി വേണ്ടി വരും. 10 മിനിറ്റും കൂടി നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. ഇത് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ തന്നെയാണ് ഏകദേശം, പക്ഷെ അത് മാത്രമല്ല എന്നുള്ളതാണ്. പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ, പങ്കാളിത്തമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആരുടെ പങ്കാളിത്തം? വില്ലേജിലുള്ള അല്ലെങ്കിൽ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ അറിവും നാട്ടറിവ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതികൾ, അവരുടെ വിവരം, അവരുടെ ഇൻസൈറ്റുകളൊക്കെ കൂടി ചേർത്തുകൊണ്ട് രൂപീകരിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. അപ്പൊ അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ റൂറൽ കമ്മ്യൂണിറ്റികളെ എംപവർ ചെയ്യുക, അതുപോലെ ആ ലോക്കൽ നോളേജ് ഗ്യാദർ ചെയ്യുക, അതുപോലെ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ PRAയുടെ ഉദ്ദേശം. അപ്പൊ ഇതില് ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ അതിൽ വളരെയധികം ആക്റ്റീവായിട്ട് ഉണ്ടാവണം ഈ റിസർച്ച് നടത്തണമെങ്കിൽ. പിന്നെ സ്വാഭാവികമായിട്ടും റൂറൽ ഏരിയസിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്.
അപ്പൊ അപ്രൈസൽ ആ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്, അവിടെ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട്, അവിടെ എന്തൊക്കെ ചാലഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള ശ്രമം കൂടിയായിരിക്കും. പിന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഈ ആളുകളുടെയൊക്കെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടേ ഇതിൽ നടപടികൾ ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു തരം മെത്തേഡാണ് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അവിടെയുള്ള ആളുകളെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം, പുനരധിവസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവിടെയുള്ള മനുഷ്യന്മാരോടും കൂടി ചോദിച്ചിട്ട് വേണം നിങ്ങൾ അതിൽ തീരുമാനം എടുക്കാൻ. അവരുടെയും കൂടി അഭിപ്രായങ്ങൾ, അവർക്കും ചില ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പൊ അതും കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ അതൊക്കെ തന്നെ ഈ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതിൽ പല തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 5ാമത്തെ മെത്തേഡ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതിൽ ഒരു മെത്തേഡ് മാത്രമാണ്. പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലിന്റെ മെത്തേഡുകളിലെ ഒരു മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്തൊക്കെയാണ് PRA മെത്തേഡ്സ്? ഒന്ന് കമ്മ്യൂണിറ്റി മാപ്പിംഗ്. കമ്മ്യൂണിറ്റി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് റൂറൽ ഏരിയ അല്ലാണല്ലോ ഇത് നമ്മൾ ചെയ്യുന്നത്. ആ റൂറൽ ഏരിയയിലുള്ള റിസോഴ്സുകൾ എന്തൊക്കെയുണ്ട് എന്ന് മാപ്പ് ചെയ്യുക. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ സ്കൂളുണ്ടോ, അവിടെ ഇൻഡസ്ട്രി ഉണ്ടോ, അവിടെ എത്രത്തോളം പാടമുണ്ട്, അവിടെ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട്, അവിടെ പുഴയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അവിടുത്തെ ബൗണ്ടറി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അതൊരു തരം മാപ്പിംഗ്, കമ്മ്യൂണിറ്റി മാപ്പിംഗ്. പിന്നെ ടൈം ലൈൻ അനാലിസിസ്. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. 1990 അവിടെ എന്തായിരുന്നു, 2000 എത്ര പേരുണ്ടായിരുന്നു, 2010 അവിടെ എന്ത് സംഭവിച്ചു, 2020 ആകുമ്പോഴേക്കും അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. അത് ടൈം ലൈൻ അനാലിസിസ്. ഇനി സീസണൽ കലണ്ടർ, അതായത് ആ ഒരു സ്ഥലത്തിന്റെ ഒരു എന്താ പറയുക, അവിടുത്തെ ഈ മാറി മാറി വരുന്ന സീസൺസിനനുസരിച്ച് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ മഴക്കാലത്ത് അവിടെ എന്തൊക്കെ ചെടികൾ വളരും, അവിടെ വേനൽക്കാലത്ത് എന്താണ് അവിടുത്തെ അവസ്ഥ, ആ സമയത്ത് അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയഗ്രാമിങ്, അവിടെ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടുത്തെ എന്താ പറയാ, അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുനിസിപ്പൽ ഓഫീസ്, അതുപോലെ ബാക്കി കാര്യങ്ങൾ, അവിടുത്തെ സാമൂഹിക സംഘടനകൾ, സാമുദായ സംഘടനകൾ എന്തൊക്കെയുള്ളത്, അവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള സഹകരണം, അങ്ങനെ ആ ഭാഗത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഒന്ന് നോക്കുക. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയഗ്രാമിങ്. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യുക. എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്റർവ്യൂ, അവിടുത്തെ ആളുകളെ, ലീഡേഴ്സിനെ, അവിടുത്തെ വാർഡ് മെമ്പറെ, അവിടുത്തെ ഇൻഡിവിജ്വൽസിനെ, അവിടുത്തെ ലോക്കൽ എക്സ്പേർട്സിനെ വിളിച്ച് ഇന്റർവ്യൂസ് നടത്തുക. അതുപോലെ ഒബ്സർവേഷൻ, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവിടുന്ന് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ തന്നെയും പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലിന്റെ പലതരം മെത്തേഡുകളാണ്. അപ്പൊ ഇതിൽ നമ്മൾ ചില കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ റെസ്പെക്ട് വേണം, എംപതി വേണം. ഈ അവിടെയുള്ള ആളുകൾക്ക് വിവരമില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവിടെയുള്ള ആളുകൾക്കാണ് ആ സ്ഥലത്തെ പറ്റി ഏറ്റവും കൂടുതൽ വിവരം ഉണ്ടാവുക. നിങ്ങൾ പുറത്തുനിന്ന് പോകുന്ന ഒരാൾ മാത്രമാണ്. അപ്പൊ അവിടെയുള്ള ലോക്കൽ നോളജ് സിസ്റ്റത്തിനെ പറ്റി കൃത്യമായിട്ട് അവരുടെ വിവരത്തിന്, അവരുടെ നോളജിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക. കാരണം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കണം എന്നില്ല ഗ്രൗണ്ടിൽ സിറ്റുവേഷൻ. നിങ്ങൾ ചിലപ്പോൾ ടെക്നിക്കലി നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അതായിരിക്കില്ല ഗ്രൗണ്ടിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെയും കൂടി ധാരണകളെ പൊളിച്ചെഴുതാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ കാണിക്കണം. നിങ്ങൾ കുറെ കൂടി അഡാപ്റ്റബിൾ ആയിരിക്കണം. നിങ്ങളുടെ ഒരു അപ്രോച്ച് വളരെയധികം ഹോളിസ്റ്റിക് ആയിരിക്കണം. നിങ്ങൾ ഒരു രീതിയിൽ മാത്രം ആലോചിച്ചിട്ട് പോരുത്. പല കാര്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല സമീപനം നമുക്ക് വേണ്ടി വരും. പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം. ബാക്കിയുള്ളവരുടെയും കൂടി കാര്യങ്ങളെയും കൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങളത് കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓക്കെ, പിന്നെ ലേണിംഗ് ആൻഡ് റിഫ്ലക്ഷൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വില്ലിംഗ് ടു ലേൺ ആയിരിക്കണം. കാര്യങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് വേണം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ് നോക്കിയാൽ ആദ്യം പ്രിപ്പയർ ചെയ്യണം. അവിടെ പോയിട്ട് ആളുകളെ മനസ്സിലാക്കണം, അവരായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കണം. പിന്നെ എൻട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ, അവിടെ പോയിട്ട് നമ്മൾ പറയണം ഞങ്ങൾ ഇന്നൊരു ഉദ്ദേശത്തിനാണ് വന്നത്, നിങ്ങളിൽ നിന്ന് വിവരം ചോർത്തിയെടുത്ത് വേറെ എന്തെങ്കിലും ചെയ്യാനൊന്നും അല്ല, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് ക്ലിയർ ആയിട്ട് പറയുക. പിന്നെ ഡാറ്റ കളക്ട് ചെയ്യുക, ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ആ ഡാറ്റയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ മോണിറ്റർ ചെയ്യണം, അതിന് ഇവാലുവേറ്റ് ചെയ്യണം, അതിന്റെ പ്രോഗ്രസ് നോക്കണം, ഒക്കെ ചെയ്യണം. ഇതൊക്കെയാണ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ്. കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, കുറെ ചലഞ്ച് ഉണ്ട്. അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് അവരുടെ ഒരു എംപവർമെന്റ് ഇതിലൂടെ നടക്കും. അതുപോലെ അവിടുത്തെ ലോക്കൽ നോളേജിന് ഒരു പ്രാമുഖ്യം കൊടുക്കും. വികസനപരമായ നടപടികൾ നമ്മൾ നടപ്പിലാക്കാം.
അവരെ പാർട്ടിസിപ്പേഷൻ കുറെ കൂടി അവരെ കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. പിന്നെ അവരുടെ സെൽഫ് റിലയൻസിനും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഉറപ്പുവരുത്തും. പക്ഷെ ചലഞ്ച് എന്താണ്? ഇതൊരു വലിയ പണിയാണല്ലോ, ഒരുപാട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്തെടുക്കേണ്ട പണിയാണ്. അപ്പൊ ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് ആൾക്കാർ വേണം, നല്ല സ്കില്ല് വേണം, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ആൾക്കാരുടെ എതിരെ പ്രവർത്തിക്കാൻ പറ്റണം, അവരുടെ എതിർപ്പുകളെ കൂടി മനസ്സിലാക്കി അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി ഒക്കെ വേണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പ്രോബ്ലംസ് ഓഫ് എൽഡർലി. പ്രോബ്ലംസ് ഓഫ് എൽഡർലി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലുള്ള ഇപ്പൊ 10% മുകളിൽ പോപ്പുലേഷൻ ഏജ്ഡ് പോപ്പുലേഷൻ ആണെന്നാണ് പറയുന്നത്, 60 വയസ്സിന് മുകളിൽ. ഏജ്ഡ് പോപ്പുലേഷൻ ആകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഈ എഴുതിയ എല്ലാ പോയിന്റും ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? വയസ്സാവും തോറും ആളുകൾക്ക് എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും, അവരുടെ ഫിസിക്കൽ അബിലിറ്റി, മെന്റൽ കോഗ്നിറ്റീവ് കപ്പാസിറ്റീസ് കുറയും. അപ്പൊ അവർ their capacity to generate revenue will decrease, or maybe it will reduce to like almost zero എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ പോവർട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് വേറെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും, അവർക്ക് ഓർമ്മക്കുറവ് വരും, അവർക്ക് ആർത്രൈറ്റിസ് വരും, അവരുടെ കണ്ണിന്റെ കാഴ്ച കുറയും, അവർക്ക് നടക്കാനുള്ള ശേഷി കുറയും, ഒക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ അവർ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവരുടെ ഒരു ജീവിക്കാനുള്ള കാര്യം അവർ കുട്ടികളിൽ നിന്നോ ബാക്കിയുള്ളവരിൽ നിന്നോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ വയസ്സാകുമ്പോൾ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി കുറെ സ്കീംസ് ഉണ്ട്. എന്താണ്? നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ഉണ്ട്. അത് 1995 സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക എന്ന് മനസ്സിലാക്കുമ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. അത് മന്ത്ലി പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, പോവർട്ടി ലൈൻ അടിയിലുള്ള ആൾക്കാർക്ക് മന്ത്ലി പെൻഷൻ കൊടുക്കാനുള്ളതാണ്. 60 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് 200 രൂപ പെൻഷൻ. 95 ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീം, വിധവയായിട്ടുള്ള ആളുകൾക്ക് 40 മുതൽ 60 വയസ്സിന്റെ ഇടയിലുള്ള 59 വയസ്സ് വരെയുള്ള ആളുകൾക്ക് 2009 തുടങ്ങിയതാണ്. 300 രൂപയാണ് പെൻഷൻ. ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വ്യത്യസ്ത രീതിയിൽ ഷെയർ ചെയ്തിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അന്നപൂർണ സ്കീം ഉണ്ട്. അന്നപൂർണ സ്കീം എന്ന് പറഞ്ഞാൽ വയസ്സായ ആളുകൾക്ക് 600 രൂപ മുതൽ സ്റ്റൈപ്പൻഡ് കൊടുക്കുക എന്നുള്ളതാണ് അന്നപൂർണ സ്കീമിന്റെ ഒരു ഉദ്ദേശം. അത് 2000 അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് ദ എൽഡർലി എന്നുള്ളൊരു സ്കീമുണ്ട്. അങ്ങനെ പല സ്കീമുണ്ട്. നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ, വലിയ കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ് ഒന്നുമല്ല. ഓരോ സ്കീം ഇന്ന വർഷം അത് തുടങ്ങും, അതിൽ ഇന്ന ബെനിഫിറ്റ്സ് ആണ് ആളുകൾക്ക് ഉള്ളത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സ്കീമുകളാണ്. അപ്പോൾ ഒരുപാട് സ്കീമുകളുണ്ട്. നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സ്കീമുകളായിരിക്കും മിക്കവാറും ചോദിക്കാനുള്ള ഒരു സാധ്യത എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രണ്ട് സ്കീം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടൽ വയോ അഭ്യുദയ യോജന, അവ്യയ് എന്ന് വിളിക്കുന്ന സ്കീമാണ്. ഇതിന്റെ പഴയ പേര് ചിലപ്പോൾ ചോദിക്കും, നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്നുള്ളതായിരുന്നു അതിന്റെ പേര്. ഇന്ന് അതിന്റെ പേര് മാറ്റി അടൽ വയോ അഭ്യുദയ യോജന എന്നുള്ള പേരിൽ 2021 അത് ആക്കിയിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസിന്റെ സർവോന്മുഖമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരുതരം ആക്ഷൻ പ്ലാൻ ആണ് അത്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്ലാൻസ് ഉണ്ട് സീനിയർ സിറ്റിസൺസിന്, ഈ പ്ലാൻസ് ഒക്കെ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, എത്രത്തോളം ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ കാര്യങ്ങളൊക്കെയും ഒറ്റ പ്ലാറ്റ്ഫോമിന്റെ അണ്ടറിൽ കൊണ്ടുവരാനാണ് ഇത് നോക്കുന്നത്. ദിസ് പ്ലാൻ ടേക്സ് കെയർ ഓഫ് ദ ടോപ്പ് 4 നീഡ്സ് ഓഫ് ദ സീനിയർ സിറ്റിസൺ. എന്തൊക്കെയാണ്? 4 കാര്യങ്ങളെയാണ് പ്രധാനപ്പെട്ടതായിട്ട് ഇത് നോക്കുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, പിന്നെ ഭക്ഷണം, അവർക്ക് കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ, അവർ ബാക്കിയുള്ളവനായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഒരു തുല്യമായിട്ടുള്ള ഒരു ഡിഗ്നിറ്റിയിൽ, ഒരു അന്തസ്സിൽ തന്നെയാണോ അവർ ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അടൽ വയോ അഭ്യുദയ യോജന 2021 ഇതുവഴി ഉദ്ദേശിക്കുന്നത്. എംപവറിംഗ് സീനിയർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. രാഷ്ട്രീയ വയോശ്രീ യോജന. രാഷ്ട്രീയ വയോശ്രീ യോജന 2017 തുടങ്ങുന്നതാണ്. ഇതെന്താണ്? BPL കാറ്റഗറിയിൽ പെടുന്ന വയോജനങ്ങൾക്ക് അവർക്ക് വേണ്ട ചില ഹിയറിംഗ് എയ്ഡ് പോലുള്ള, അല്ലെങ്കിൽ നടക്കാനുള്ള വാക്കിംഗ് സ്റ്റിക്ക് പോലുള്ള, വീൽ ചെയർ പോലുള്ള, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലിംബ് പോലുള്ള, അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർക്ക് എത്തിച്ചു കൊടുക്കുക. BPL കാറ്റഗറിയിൽ പെടുന്ന വയോജനങ്ങൾക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ വയോശ്രീ യോജന എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2017 ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, കുറെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. വെറുതെ ബൈ ഹാർട്ട് മാത്രം പഠിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല.
കൾച്ചർ, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അതുപോലെ ചേഞ്ചിങ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ജെൻഡർ റോൾസ്, മോഡേൺ ഫാമിലി ട്രെൻഡ്സ്, അതിന്റെ കാരണങ്ങൾ, വ്യത്യസ്തമായ കാരണങ്ങൾ, ഇപ്പൊ അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിലുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കാരണം നിങ്ങൾ ഏത് വർഷം ഇത് നടന്നു എന്ന് മാത്രമല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരത് കൊണ്ടുവന്നു, അങ്ങനെ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ മാത്രമല്ല, കുറെ കൂടി കോൺസെപ്ച്വൽ ലെവലിലുള്ള കാര്യങ്ങളാണ് ഈ ചേഞ്ചസ്. അപ്പോൾ ആ രീതിയിലാണ് അവർ മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറെ കൂടി എളുപ്പമായിട്ട് നമുക്ക് ആലോചിച്ചിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്